കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 5 സീറ്റ് വരെ നേടാം. കോൺഗ്രസിന് നിലവിലുള്ളതിന്റെ ഇരട്ടിയിലേറെ സീറ്റ് കിട്ടിയാൽ മാത്രം യു.ഡി.എഫ് അധികാരത്തിൽ വരും. നിലവിൽ 21 എം.എൽ.എമാരാണ് കോൺഗ്രസിനുള്ളത്. എൽ.ഡി.എഫ് വീണാലും CPM തകരില്ല. ഡോക്ടർ ജി ഗോപകുമാറിന്റേതാണ് ഈ പ്രവചനം. കേരളം ബൂത്തിലേക്ക് പോകുന്നതിന് 23 ദിവസം മുമ്പാണ് അദ്ദേഹം ഇത് പറയുന്നത്. നിലവിൽ 62 എം.എൽ.എമാരുള്ള CPM 55 എം.എൽ.എമാരെ കളത്തിലിറക്കി ജനവിധി തേടുന്നതിന്റെ ധൈര്യം മണ്ഡലങ്ങളിൽ നടപ്പായ വികസനമാണ്. 10 വർഷത്തിനിടെ കേരളത്തിലുണ്ടായ വികസനം ആർക്കും നിഷേധിക്കാനാവില്ല. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള, ഭരണകക്ഷി നേതാക്കളുടെ അഴിമതി, സേവന മേഖലയിലെ ഭരണകക്ഷിയുടെ അമിത സ്വാധീനം, CPM വിട്ടുപോയ നേതാക്കൾ ഉയർത്തുന്ന ശബ്ദം എന്നിവ CPM-നും LDF മുന്നണിക്കും ഒഴിയാനാവാത്ത തലവേദന തന്നെയാണ്. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, പാലക്കാട്, തൃശൂർ, മഞ്ചേശ്വരം തുടങ്ങിയവയാണ് ബി.ജെ.പിയുടെ ജയസാധ്യതാ മണ്ഡലങ്ങൾ. 5 സീറ്റും പരമാവധി 18-20% വോട്ടും ബി.ജെ.പി നേടാനാണ് സാധ്യത. ഇത്രയും കൈവന്നില്ലെങ്കിൽ ബി.ജെ.പി മുന്നണിയുടെ ഭാവി ചോദ്യചിഹ്നമാകും. 15 മുതൽ 20 വരെ സീറ്റ് ബി.ജെ.പി നേടി കേരള നിയമസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വരാനുള്ള സാധ്യത വിദൂരമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ബി.ജെ.പി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കില്ല. കാരണം CPM-ന്റെ വോട്ട് പിടിക്കാതെ ബി.ജെ.പിക്ക് ഇനി വളരാനാകില്ല. ആ വോട്ടാകട്ടെ ഈഴവർ അടക്കമുള്ള OBC വിഭാഗങ്ങളുടേത് ആയിരിക്കും. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി.ജെ.പിയുടെ 3ാം മുന്നണിക്ക് ഇപ്പോൾ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരവും ഉണ്ടാകും. അതിൽ ഏറെയും തെക്കൻ കേരളത്തിൽ തന്നെയാകും. കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് വിഭാഗം മുൻ മേധാവിയും കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ VC-യുമായിരുന്ന ഗോപകുമാർ 3.5 പതിറ്റാണ്ടോളമായി അനവധി തിരഞ്ഞെടുപ്പ് സർവേകൾക്കും വിശകലനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. ജാതി, മത, രാഷ്ട്രീയ സമവാക്യങ്ങൾ വിശകലനം ചെയ്ത് 3 മുന്നണികളുടെയും സാധ്യത വിശദമായി വിലയിരുത്തുന്ന ഇന്റർവ്യൂ കേൾക്കാം. സാർ, തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാറിന്റെ അനുഭവത്തിൽ ജീവിതത്തിൽ ആദ്യമായ വോട്ട് രേഖപ്പെടുത്തി എപ്പോഴായിരുന്നു? ആ മണ്ഡലത്തിൽ അന്നത്തെ സ്ഥിതിഗതികൾ എങ്ങനെയായിരുന്നു? ഞാൻ 1972 എനിക്ക് 21 വയസ്സായി. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വോട്ട് ചെയ്യാനൊരു അവസരം അപ്പോൾ തന്നെ വരേണ്ടതായിരുന്നു. പക്ഷേ 1970-നും 77-നും ഇടയ്ക്ക് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പും നടന്നില്ല. ഒന്ന്, അച്യുതമേനോൻ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കി. മറ്റൊന്ന്, അടിയന്തരാവസ്ഥ കാരണം അസംബ്ലിയുടെ കാലാവധി നീട്ടിക്കിട്ടി. അങ്ങനെ 77-ലാണ് ആദ്യത്തെ എനിക്കൊരു അവസരം വന്നത്. പക്ഷേ ഞാൻ 77 അന്ന് ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് അധ്യാപകനായിരുന്നു. ആ സമയത്ത് എനിക്കവിടെ ഇലക്ഷൻ്റെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഇതിനു വേണ്ടി വന്ന് വോട്ട് ചെയ്യാനോ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിൻ്റെ അന്നത്തെ നടപടിക്രമങ്ങളുടെ താല്പര്യക്കുറവ് കൊണ്ട് ഞാൻ ആ 77 ഇലക്ഷനിൽ വോട്ട് ചെയ്തില്ല. പക്ഷെ തൊട്ട് പിറകിൽ തന്നെ 1978 കഴക്കൂട്ടത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഞാൻ കഴക്കൂട്ടത്തുകാരനല്ല, തിരുവനന്തപുരത്ത് വഴുതക്കാടിനടുത്ത് ഇടപ്പഴിഞ്ഞാണ് എൻ്റെ നാട്. പക്ഷേ കഴക്കൂട്ടത്ത് കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റിയിൽ അന്ന് റിസർച്ച് ചെയ്യുമ്പോഴാണ് കോളേജിലേക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ അന്ന് ടീച്ചേഴ്സ് ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് അവിടെ എനിക്ക് വോട്ടർ രജിസ്ട്രേഷൻ വന്നു. അപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് എനിക്ക് വോട്ടുണ്ടെന്നുള്ളത് കൃത്യമായി അറിയിപ്പ് കിട്ടി. അതനുസരിച്ച് ഞാൻ 1978 ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ വന്നു. അന്ന് വളരെ പ്രബലമായൊരു മത്സരമാണ്. AK ആൻ്റണി അസംബ്ലി അംഗമല്ലായിരുന്നു. പക്ഷേ കരുണാകരനും AK ആൻ്റണിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അത് രാജൻ കേസിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ, അങ്ങനെ കരുണാകരന് 1 മാസം കഴിഞ്ഞ് അധികാരം നഷ്ടപ്പെടുകയും പെട്ടെന്ന് അസംബ്ലിയിൽ അംഗമാകാൻ താല്പര്യമില്ലാത്ത AK ആൻ്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം എത്തുകയും ചെയ്തു. അതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പാണ് കഴക്കൂട്ടത്തിനൊരു മുഖ്യമന്ത്രിയെ ദാനം ചെയ്യാൻ AK ആൻ്റണിക്ക് വോട്ട് ചെയ്യുക എന്നുള്ള ചുവരെഴുത്തായിരുന്നു അന്നത്തെ പ്രധാനമായിട്ടുള്ളത്. ഞാൻ ചിറ്റൂർ കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി ലീവ് എടുത്ത് കഴക്കൂട്ടത്ത് വന്ന് വോട്ട് ചെയ്തു. അതാണ് അന്ന് പെരുപ്പങ്കോട് ശ്രീധരൻ നായരും AK ആൻ്റണിയും തമ്മിലുള്ള പൊരിഞ്ഞ മത്സരമായിരുന്നു. അന്ന് 8000-ൽ പരം വോട്ടുകൾക്ക് AK ആൻ്റണി വിജയിക്കുകയും ചെയ്തു. ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിച്ചു. അതെ, 16ാം അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതെ, 17 തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ 1965
തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. ആ ഇലക്ഷൻ തന്നെ അസാധുവായി പോയി. കാരണം ആരും ഗവൺമെൻറ് ഉണ്ടാക്കാൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് 1965 തിരഞ്ഞെടുപ്പ് അസാധുവായി. അതിനെ ഡിസോൾവ് ചെയ്തു, അസംബ്ലി കൂടാതെ തന്നെ ഡിസോൾവ് ചെയ്തു. അങ്ങനെ 17 തിരഞ്ഞെടുപ്പാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പ് 17ാമത്തെ തിരഞ്ഞെടുപ്പ്. പക്ഷേ അസംബ്ലി 16ആണ്. 65 തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളതിനെ അബോർട്ടീവ് ഇലക്ഷൻ എന്ന് പറയും. അങ്ങനെ 16ാമത്തെ അസംബ്ലിയുടെ ഇലക്ഷൻ, പക്ഷേ 17ാമത്തെ തിരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലും വോട്ടർ എന്നുള്ള നിലയിലും തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധൻ എന്നുള്ള നിലയിലും പല രീതിയിൽ സാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. അതെ, ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് മൂന്നാമതൊരു മുന്നണി സജീവമായി രംഗപ്രവേശം ചെയ്തു. കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ പേര് പറഞ്ഞെങ്കിലും ആ മുന്നണി അത്ര പ്രബലമായിരുന്നില്ല. പക്ഷെ ഇത്തവണ അങ്ങനെ ആകും അല്ല, ഈ 3 മുന്നണിയും ശക്തമാകും, ത്രികോണ മത്സരങ്ങൾക്ക് കളമൊരുക്കും വിധം അവർക്ക് ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. സാർ, ഈ 3 മുന്നണിയെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കളിത്തൊട്ടിലാണ് കേരളം. രാജ്യത്തിന് തന്നെ മുന്നണി രാഷ്ട്രീയത്തിനൊരു മാതൃക കാണിച്ചത് കേരളത്തിൽ നിന്നാണ്. അത് ബൈപോളാർ എന്നുള്ള നിലയിൽ വന്നത് പ്രധാനപ്പെട്ട 2 കക്ഷികൾ, ആ 2 കക്ഷികളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന മറ്റ് കക്ഷികൾ, അത് മിഡിൽ ലെവൽ ശക്തികളുണ്ട്, ലോവർ ലെവൽ ശക്തികളുണ്ട്, വളരെ സ്മോൾ ലെവൽ ചെറിയ പാർട്ടികൾ, സ്പ്ലിൻഡർ പാർട്ടീസ്. അങ്ങനെ ഈ 2 മുന്നണികൾ, ഒന്ന് കോൺഗ്രസ് ലെഡ് അലയൻസ്, മറ്റൊന്ന് CPIM ലെഡ് അലയൻസ്. ഇങ്ങനെയാണ് ബൈപോളർ പൊളിറ്റിക്സ് പോയത്. അതെ, 80-ന് മുമ്പും കോൺഗ്രസ് ഒരു വശത്തും മറുവശത്ത് കമ്മ്യൂണിസ്റ്റിൻ്റെ ലെവലിൽ മറ്റൊരു ഓർഗനൈസേഷൻ. അത് പലപ്പോഴും മുന്നണി രാഷ്ട്രീയമായി വന്നില്ലെങ്കിൽ പോലും ഈ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായി. ഉദാഹരണമായിട്ട് 1960-ൽ മൂന്ന് പാർട്ടികൾ ചേർന്നൊരു മുന്നണിയായിരുന്നു കോൺഗ്രസും ലീഗും PSP. മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് 65-ലെ മിഡ് ടേം ഇലക്ഷൻ വന്നപ്പോൾ അന്ന് CPM, മുസ്ലിം ലീഗ്, SSP അന്നേ മുന്നണി വന്നു. അവരുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ധാരണ, അതിലാണ് CPM കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായത്. മറുവശത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ശ്രമങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഈ മുന്നണി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുന്ന അലയൻസും ആകാം, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളതുമാകാം. അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ 57-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പോൾ അന്ന് വളരെ പ്രശസ്തനായ ലോഹിയ പറഞ്ഞൊരു കാര്യമുണ്ട്. പരോക്ഷമായിട്ട് NSSന്റെ പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു 57-ലെ വിജയത്തിൻ്റെ പിറകിൽ എന്ന് റാം മനോഹർ ലോഹിയ പറഞ്ഞത് ഈ സമയത്ത് നമ്മൾ ഓർത്തു പോവുകയാണ്. അപ്പോൾ പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ തെരഞ്ഞെടുപ്പ് ധാരണകൾ അന്ന് മുതലേ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം 48-നും 56-നും ഇടയ്ക്ക് തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കൂടി ആകെ കൂടി 6 തിരഞ്ഞെടുപ്പും 8 മന്ത്രിസഭകളും ഉണ്ടായി. അങ്ങനെ രാഷ്ട്രീയ അസ്ഥിരത വന്നപ്പോൾ യാതൊരു സംശയവുമില്ല, മുന്നണി രാഷ്ട്രീയമല്ലാതെ മാറത്തില്ല, വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് 80-ൽ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ജെനിസിസ് തിരുവാങ്കൂർ കൊച്ചി തൊട്ട് തന്നെ തുടങ്ങാം, പക്ഷെ എന്തായാലും 57 തൊട്ടേ ഉണ്ട്. ഇത് ഞാൻ മാത്രമല്ല, പല നേതാക്കന്മാരും ഇത് പറയുന്നുണ്ട്. കാരണം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് 6 സ്വതന്ത്രന്മാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. ആ 6 സ്വതന്ത്രന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയിൽ തന്നെ ജയിച്ചത്. എന്നാൽ ആ പിന്തുണയിലാണ് ആ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം കിട്ടി. സ്ട്രക്ചറലി അതെ. ആ ഘടനയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നു മൂന്നാമത് മുന്നണി രംഗപ്രവേശം ഇപ്പോൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJP മുന്നണിയെ കുറിച്ച് സാറിന്റെ പ്രതീക്ഷ? മൂന്നാം മുന്നണി അഥവാ NDA സമീപകാലത്ത് ശക്തിപ്പെട്ടത് നമുക്ക് നന്നായിട്ട് അറിയാം. ആദ്യകാലം 1%, 2% വോട്ടൊക്കെ നേടി. പിന്നീട് 87-ലെ ഇലക്ഷനിൽ 6% വോട്ട് നേടി. അങ്ങനെ പടിപ്പടിയായിട്ട് കയറി വന്ന് പിന്നീട് കണ്ടൊരു പാറ്റേൺ പാർലമെൻറ്റ് ഇലക്ഷനിൽ കുറച്ചുകൂടി വോട്ട് കിട്ടും, അസംബ്ലിയിൽ കുറയും. അങ്ങനെയുള്ളൊരു പാറ്റേൺ ആയിരുന്നു. അതെല്ലാം മാറി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏതാണ്ട് 20% വോട്ട് പാർലമെൻറ്റിൽ NDAക്ക് ലഭിക്കുകയുണ്ടായി. ഇനിയും അസംബ്ലിയിൽ അത് കിട്ടുമോ എന്നുള്ളൊരു വലിയൊരു വെല്ലുവിളിയാണ് ഉള്ളത്. കാരണം ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ കുറേ കാലഘട്ടത്തിനിടയ്ക്ക് BJPയുടെ ദേശീയ നേതൃത്വം കേരളത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സഖ്യകക്ഷികൾക്ക് വേണ്ടിയുള്ളൊരു കണ്ടെത്താനുള്ള തത്രപ്പാടിലായിരുന്നു. അത് വലുതായിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ ഉള്ളത് കൊണ്ട് അവർ ഉദാഹരണമായിട്ട് ഇപ്പോൾ BDJS കുറച്ചു കാലമായിട്ട് 2016-ന് ശേഷം ഉറപ്പായിട്ട് NDAയുടെ കൂടെ നിൽക്കുകയാണ്. ഇപ്പോൾ 2020 വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ പാർട്ടികൾ വളരെ ശക്തമല്ലെങ്കിലും NDAയിലേക്ക് വരുന്നത് അവർക്കൊരു ലെജിറ്റിമസി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2 പ്രധാനപ്പെട്ട UDFും LDFും വളരെ കാലമായി
ഒരു ജനങ്ങളുടെ മനസ്സിൽ അങ്ങ് എത്തിച്ചേർന്നതാണ്. ഈ രണ്ട് മുന്നണികളെയും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ക്രിട്ടിക്കൽ മാസ് വോട്ടിംഗ് ഉണ്ടെങ്കിലേ NDAക്ക് തനിച്ച് അധികാരത്തിൽ വരാൻ പറ്റുകയുള്ളൂ. ആ നിലയിലേക്ക് NDA എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അവരെ എഴുതിത്തള്ളാനും പറ്റത്തില്ല. കാരണം പാർലമെൻറ്റിൽ ഒരു ലോക്സഭാ സീറ്റും 2 സ്ഥലത്ത് നിർണായകമായ പെർഫോമൻസും ലോക്സഭയിൽ കാണിച്ചു. 20% വോട്ടും കിട്ടി. അത് ഒരു പക്ഷേ മോദിക്ക് അനുകൂലമായ വോട്ടായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായി വന്നതിന് ശേഷം BJPയുടെ പ്രവർത്തനത്തിൽ ഒരു പുതിയൊരു പാത വെട്ടിത്തുറന്നു. അത് പ്രധാനമായിട്ടും കാണിക്കുന്നത് പരമ്പരാഗതമായ ഹിന്ദുത്വ ആശയത്തിന് പകരം വികസനമാണ് മുഖ്യം. ആ ആശയം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തവണ സമീപകാലത്തേക്കാൾ BJPയുടെ സംഘടന ശക്തമായി. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചു, കൊടുങ്ങല്ലൂർ വിജയിച്ചു, പന്തളം പോയത് നമുക്കറിയാം, പാലക്കാട് ഭൂരിപക്ഷം കിട്ടി, കഷ്ടിച്ചായാലും ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ BJP കുറേശ്ശെ വളരുന്നുണ്ട്. പഞ്ചായത്തിൽ പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ലെങ്കിൽ പോലും അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇത്തവണ അവർക്ക് ഒരു 5 സീറ്റും ഒരു 20%-നടുത്ത് വോട്ടും കിട്ടിയില്ലെങ്കിൽ BJPയുടെ മുന്നോട്ടുള്ള വഴി ദുർഘടമാകും. അപ്പോൾ അതിനുവേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അവർ ചില കോൺസ്റ്റിറ്റ്യുവൻസീസ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. കാരണം ഒരു 35ഓളം കോൺസ്റ്റിറ്റ്യുവൻസീസിലെങ്കിലും 140-ൽ 35ഓളം കോൺസ്റ്റിറ്റ്യുവൻസിലെങ്കിലും BJPക്ക് 40,000-ന് മുകളിൽ വോട്ടുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് കുറച്ചുകൂടി നന്നായി പ്രവർത്തിച്ചാൽ ഇപ്പോൾ തന്നെ 2ാം സ്ഥാനത്തും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 9 1ാം സ്ഥാനത്തുമൊക്കെ വന്നപ്പോൾ എന്തുകൊണ്ട് അത് വിജയത്തിലേക്ക് എത്തിച്ചുകൂടാ? അതിനു മുമ്പ് നേമത്ത് മാത്രമല്ലേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും 35 കോൺസ്റ്റിറ്റ്യുവൻസീസ് കാര്യമായി ശ്രമിച്ച് അവരുടെ ആഗ്രഹം അനുസരിച്ച് അവർ പറയുന്നത് ഞങ്ങൾ 25-എങ്കിലും ജയിക്കുമെന്നാണ്. അത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു നിർണായക ഘടകമായിട്ട് വളരുക. ഇവർ രണ്ടുപേരുടെ അടുത്ത് UDFൻ്റെയും LDFൻ്റെ അടുത്ത് വന്നില്ലെങ്കിലും വോട്ടിംഗ് ശതമാനം വർധനവ് കാണിക്കും. മാത്രമല്ല അവർ വളരുന്ന സാഹചര്യം വരുമ്പോൾ UDFൽ നിന്നല്ലെങ്കിൽ LDFൽ നിന്ന് കുറച്ച് കക്ഷികളെങ്കിലും മാറി NDAയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് മൂന്നാം മുന്നണിയുടെ പ്രസക്തി ഈ 2 മുന്നണികളുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുമോ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും തെറ്റിക്കും. അത് തന്നെയാണ് അറിയേണ്ടത്. ഈ മൂന്നാമതൊരു മുന്നണി രംഗപ്രവേശനം ചെയ്യുമ്പോൾ ത്രികോണ മത്സരങ്ങളുടെ സാധ്യത കൂടണം. അതെ, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ സാർ പ്രധാനമായിട്ട് കാണുന്ന ത്രികോണ മത്സര സാധ്യത എവിടേക്കാണ്? തീർച്ചയായിട്ടും BJPക്ക് ശക്തമായ ത്രികോണ മത്സരം നമുക്കറിയാമല്ലോ. തിരുവനന്തപുരത്ത്, നേമത്ത്, വട്ടിയൂർക്കാവിൽ, കഴക്കൂട്ടത്ത്, കാട്ടാക്കട, നെടുമങ്ങാട്, ഇങ്ങനെ എടുത്തു പറയാവുന്ന തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ശക്തമായിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂറുണ്ട്, കായംകുളമുണ്ട്, ആലപ്പുഴയുണ്ട്, പത്തനംതിട്ടയുണ്ട്, ആറ്റിങ്ങലുമുണ്ട്. നമ്മൾ തെക്കൻ ഭാഗത്ത് ആറ്റിങ്ങലുണ്ട്. പിന്നെ എറണാകുളം ജില്ല, ഇടുക്കി ജില്ലയിൽ അത്ര വലിയ ശക്തി കണ്ടിട്ടില്ല. പക്ഷേ തൃശ്ശൂരിലെ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഗുരുവായൂർ വെച്ച് ബാക്കി 6 BJP ലീഡ് ചെയ്താണ്. അതിൽ തൃശ്ശൂർ അസംബ്ലിയിൽ പത്മജ മത്സരിക്കുന്ന അവിടെയും ഒരു ശക്തമായൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം നിരന്തരമായി 2ാം സ്ഥാനത്ത് കഴിഞ്ഞ ഒരു 25 വർഷമായി BJP വരുന്ന മഞ്ചേശ്വരവും കാസർഗോഡും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഇതല്ലാതെ ഈ ത്രികോണ മത്സരം കൊണ്ട് ഒരു പക്ഷേ BJPക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ടായേക്കാം. അത് സ്ഥാനാർത്ഥികളുടെ മികവനുസരിച്ചും ബാക്കി 2 മുന്നണികൾ മത്സരിക്കുന്ന സാഹചര്യം അനുസരിച്ചും ഇരിക്കും. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം സമീപകാല രാഷ്ട്രീയം അതിനകത്ത് ഒരു വലിയ പ്രസക്തിയുള്ള ഘടകമാണ്. പിന്നെ NDA പറയുന്ന വികസനം ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം എത്തി എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പിന്നെ പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, പ്രത്യേകിച്ച് ക്രൈസ്തവ, മുസ്ലിം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശക്തമായി നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം നിൽക്കുന്നതുകൊണ്ട് ഈ കണ്ടസ്റ്റ് വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ സ്വഭാവം നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് മലബാറിൽ അത് പറയുമ്പോൾ ലെഫ്റ്റിൻ്റെ അടിത്തറ ഹിന്ദു അടിത്തറയാണെന്ന് പൊതുവേ പറയാറ്. BJPയുടെ അടിത്തറ ഹിന്ദു അടിത്തറയാണ്. ഒരു ചെറിയ വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടല്ലേ BJPക്ക് കിട്ടുന്നുള്ളൂ. വളരെ നാമമാത്രമാണ്. അപ്പോൾ ലെഫ്റ്റും BJPയും ഹിന്ദു കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ് മത്സരിക്കുന്നത്. ഒരേ കോൺസ്റ്റിറ്റ്യുവൻസി. അത് ലെഫ്റ്റിന് കുറച്ചുകൂടി ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇവർ തമ്മിൽ ധാരണയുണ്ടെന്ന ആക്ഷേപം ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ലെഫ്റ്റിന് ഗുണമാണോ കിട്ടുന്നത്? കാരണം ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ലേ നിൽക്കുന്നത്. പക്ഷേ എല്ലാവരും മതമനുസരിച്ചും ജാതി അനുസരിച്ചും എല്ലാം വോട്ട് ചെയ്യുന്നത് നമുക്കറിയാം. പൊളിറ്റിക്സ് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ കാസ്റ്റിൻ്റെ ഫാക്ടറും സ്ഥാനാർത്ഥിയുടെ മികവും ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസും എല്ലാം ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും അപ്രവചനീയമായൊരു തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഇങ്ങനെ ഒരു കണ്ടസ്റ്റ് വരുമ്പോൾ നമുക്ക് വളരെ ഒരു 100 സീറ്റ് UDF ജയിക്കും എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. LDFും അതുപോലെ 100 സീറ്റിൻ്റെ കണക്കുകളൊന്നും പറയുന്നില്ല.
BJP ആകട്ടെ 35-45 സീറ്റിനപ്പുറം അവരും പറയുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ മലബാറിൽ കണ്ണൂർ പാലക്കാട് മേഖലയിൽ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത കോട്ടകളാണ്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. വയനാട് വീണ്ടും കോൺഗ്രസിൻ്റെ ഒരു മേഖലയാണ്. അപ്പോൾ ഇത് ആ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ നേച്ചർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ എല്ലാ പാർട്ടികൾക്കും ഒരുവിധം ശക്തിയുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്ട് വൈസ് അനുസരിച്ച് ഒരു സുഖപ്രാദേശികത്വം ഇതിനകത്തുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം വരുന്ന ജില്ലകൾ നമുക്കറിയാം. കോട്ടയമുണ്ട്, ഇടുക്കിയുണ്ട്, മലയോര കർഷകർ ശക്തിയായിട്ട് ഉള്ള മേഖല, കുടിയേറി പാർത്ത മേഖലകളുണ്ട്. ഈവൻ ആലപ്പുഴയിലും ഒക്കെ കുറച്ചുണ്ട്. പക്ഷേ ആലപ്പുഴ വീണ്ടും ഇടതിനും BJPക്കും ലെഫ്റ്റിനും കോൺഗ്രസിനുമൊക്കെ ശക്തിയുള്ള കേന്ദ്രങ്ങളാണ്. വീണ്ടും കൊല്ലം ലെഫ്റ്റിൻ്റെ ശക്തി കേന്ദ്രം തന്നെ, വളരെ വലിയ ശക്തി കേന്ദ്രമാണ്. തിരുവനന്തപുരം ആണ്, പക്ഷേ അവിടെ ട്രൈപോളറായി. അപ്പോൾ നമുക്കിപ്പോൾ ബൈപോളറിസം ഇല്ല, ട്രൈപോളറാണ്. അപ്പോൾ 3 മുന്നണികൾ തുല്യമല്ലെങ്കിലും അവർ മത്സരിക്കുന്നത് ഈ കണക്കാക്കുന്ന പരമ്പരാഗത കണക്കിൽ നടത്തുന്ന പ്രവചനങ്ങൾ അസാധ്യമാക്കുകയാണ്. തിരുവനന്തപുരത്തെ കുറിച്ച് ത്രികോണ മത്സരം വട്ടിയൂർക്കാവാണോ, നിയമമാണോ യഥാർത്ഥ ത്രികോണ മത്സരം? വട്ടിയൂർക്കാവാണ് യഥാർത്ഥ ത്രികോണ മത്സരം. കേരളത്തിൽ വലിയൊരു ത്രികോണ മത്സരം നടക്കുന്ന ഏറ്റവും വലിയ മണ്ഡലം എന്ന് പറയുന്ന വട്ടിയൂർക്കാവ് തന്നെയാണ്. കാരണം സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെ ഇപ്പോൾ അവിടെ തീർച്ചയായിട്ടും ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റ് ഇപ്പോൾ അവിടുത്തെ MLA തന്നെയാണ്. മുരളീധരൻ വീണ്ടും വന്ന് മത്സരിക്കുകയാണ്. അതോടൊപ്പം BJPയുടെ ശക്തി കേന്ദ്രമാണ് വട്ടിയൂർക്കാവ്. ശ്രീലേഖയാണ്, മുൻ DGP ആണ് മത്സരിക്കുക. അപ്പോൾ ഹൈ പ്രൊഫൈലായിട്ടുള്ള 3 കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നു. നിയമം BJPക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അത് കഴിഞ്ഞ തവണ തന്നെ സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തെ മറ്റൊരു രീതിയിലുണ്ടാക്കിയ രാഷ്ട്രീയം, ഉദാഹരണമായിട്ട് നിയമത്ത് വന്ന് മുരളീധരൻ മത്സരിച്ചതും ശിവൻകുട്ടിയുടെ വിജയത്തിനൊരു ഘടകമായി പരോക്ഷമായിട്ട്. അപ്പോൾ അങ്ങനെ സഹായിക്കാൻ ഇപ്പോൾ ഇടതിനും വലതിനും പരസ്പരം പറ്റില്ല. അങ്ങനെ പരമ്പരാഗതമായി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇടത് വലതിനെ സഹായിച്ചാൽ വലതിന് ഭൂരിപക്ഷം കിട്ടിയാലോ, വലത് ഇടതിനെ സഹായിച്ചാൽ ഇടതിന് ഭൂരിപക്ഷം കിട്ടിയാലോ. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ വോട്ടുകൾ അവരവർ പിടിക്കാൻ ശ്രദ്ധിക്കും. അതുകൊണ്ട് യഥാർത്ഥ ട്രൈപോളറാണ്. അപ്പോൾ ഇവിടെ വട്ടിയൂർക്കാവാണ് ഏറ്റവും നല്ല ട്രയാങ്കുലർ കണ്ടസ്റ്റൻ്റ് ഏറ്റവും പ്രസക്തി കാണുന്ന. കാരണം 3 പാർട്ടികൾക്കും 3 മുന്നണികൾക്കും ശക്തമായ വേരോട്ടമുണ്ട്. അതാണ് അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന്. ഇപ്പോൾ പ്രശാന്ത് വളരെ അംഗീകരിക്കപ്പെട്ട മികവുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. BJPക്ക് പരമ്പരാഗതമായി നല്ല വോട്ട് ബേസ് ഉണ്ട്. പാർലമെന്റിൽ എപ്പോഴും ഭൂരിപക്ഷം കിട്ടുന്നൊരു മണ്ഡലമാണ്. കോർപ്പറേഷൻ ഇലക്ഷന്റെ കണക്കെടുത്താലും BJP 1ാം സ്ഥാനമാണ്. കോൺഗ്രസിനും ശക്തിയുണ്ട്, അവിടെ ജയിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമാണ് നിയമത്ത് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ദേശീയ തലത്തിൽ ഒരു ശ്രദ്ധ കൈവരുന്നു. തീർച്ചയായിട്ടും അവിടെ ത്രികോണ മത്സരത്തിന്റെ സാധ്യത സാർ എങ്ങനെയാണ് കാണുന്നത്? സാങ്കേതികപരമായിട്ട് ത്രികോണ മത്സരമാണ്. പക്ഷേ അവിടെ നിയമത്ത് UDF അത്ര ശക്തമാണോ എന്ന് എനിക്ക് സംശയമാണ്. ലെഫ്റ്റ് ശക്തമാണ്. ലെഫ്റ്റ് വേഴ്സസ് BJP ആണ്. UDF കുറച്ചുകൂടെ താഴെ വരത്തുള്ളൂ. അവിടെ യഥാർത്ഥ ട്രയാങ്കുലർ അല്ല. ഇതിനു മുമ്പ് നമുക്കറിയാം ജനതാദളിലൊക്കെ ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത്. മുരളീധരൻ വന്ന് മത്സരിച്ചു, അദ്ദേഹത്തിന് 18,000-നടുത്ത് വോട്ട് കിട്ടി. പക്ഷെ അത് കുമ്മനത്തിനെ തോൽപ്പിക്കാൻ ധാരാളം മതിയായിരുന്നു. പക്ഷെ അതിനപ്പുറം അവിടെ നേമത്ത് കോൺഗ്രസ് അത്ര ശക്തമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാട്ടാക്കടയ്ക്ക് ഇതിനേക്കാൾ ഭേദം കാട്ടാക്കടയും നെടുമങ്ങാടും കുറച്ചുകൂടി ട്രയാങ്കുലറാണ്. കഴക്കൂട്ടം നല്ലൊരു ട്രയാങ്കുലറാണ്. കഴക്കൂട്ടം ഞാൻ ഈ വട്ടിയൂർക്കാവ് കഴിഞ്ഞാൽ കഴക്കൂട്ടമാണ് തിരുവനന്തപുരം ജില്ലയിൽ ട്രയാങ്കുലർ ആയിട്ടുള്ള ഏറ്റവും നല്ല ട്രയാങ്കുലറുള്ള അടുത്ത ഇലക്ഷൻ വരുന്നത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണല്ലോ നീണ്ടകാലമായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. BJP കുറേ തെരഞ്ഞെടുപ്പിന് ശേഷം ശശി തരൂരിന് മത്സരിക്കുന്ന രാജഗോപാലിൻ്റെ സമയത്ത് പോലും ലീഡ് BJPക്ക് കൊടുത്തൊരു മണ്ഡലമാണ് കഴക്കൂട്ടം. അപ്പോൾ അതുകൊണ്ട് കഴക്കൂട്ടത്ത് BJPയുടെ ബേസ് വളരെ ശക്തമാണ്. മാത്രമല്ല മുരളീധരൻ വളരെ കാലമായിട്ട് അതിന് എസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അവിടെ നിൽക്കാനായിട്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ SS ലാലും നല്ല കാൻഡിഡേറ്റാണ്. അപ്പോൾ അവർ പ്രൊഫൈലിൽ നല്ലതാണ്. സോഷ്യൽ ബേസ് നോക്കുമ്പോൾ വട്ടിയൂർക്കാവ് പോലെ തന്നെ BJPക്കും കോൺഗ്രസിനും ലെഫ്റ്റിനും തുല്യ പ്രാധാന്യമുള്ള ഒരു കണ്ടസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടിടവും വളരെ നിർണായകമാവുകയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ട്രയാങ്കുലർ, റിയൽ ട്രയാങ്കുലർ. അത് സാങ്കേതികമായിട്ടൊന്നല്ല, മത്സരത്തിന്റെ ശക്തി കൊണ്ടുള്ള യഥാർത്ഥ ട്രയാങ്കുലർ വരുന്ന 2 മണ്ഡലം തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും. ഈ തെക്കൻ കേരളത്തിൽ പൊതുവെ ത്രികോണ മത്സരത്തിന് കളവരുകയും വടക്കോട്ട് പോകുമ്പോൾ ആ ത്രികോണ മത്സരത്തിന് സാധ്യത മങ്ങുകയാണ്. അതെ, അതിൻ്റെ കാരണം ഒന്ന്, കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷത്തിനുള്ള സമഗ്രാധിപത്യമുണ്ട്. പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിന് വളരെയധികം ശക്തി കേന്ദ്രങ്ങൾ നമുക്കറിയാം കണ്ണൂർ ജില്ലയിലുണ്ട്. പിന്നെ കാസർഗോഡ് ജില്ലയും പഴയ കണ്ണൂർ ജില്ല എന്നുള്ള നിലയിൽ ഉദാഹരണമായി തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് ഇടത്തിന് നല്ല ശക്തി കേന്ദ്രമാണ്. മഞ്ചേശ്വരവും കാസർഗോഡും മാത്രമേ ഉള്ളൂ UDFന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ഒരു അപ്രമാദിത്വമുണ്ട് എന്ന് പറയാൻ പറ്റുന്ന. അവിടെ പോലും BJPയെ തോൽപ്പിക്കുന്നത് വോട്ട് ട്രാൻസ്ഫർ കൊണ്ടാണെന്നുള്ള ആക്ഷേപം കാസർഗോഡിനെ കുറിച്ചും മഞ്ചേശ്വരത്തെ കുറിച്ചും പറയാറുണ്ട്. എന്നാൽ കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂറും
ഉദുമയും ശക്തമായ ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ്. പിന്നെ മലപ്പുറം ജില്ലയും കോഴിക്കോടും വരുമ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ വലിയ ആധിപത്യം. അപ്പൊ ഇതുകൊണ്ടാണ് ട്രയാങ്കുലർ മലബാർ മേഖലയിൽ ദുർബലമാണ്. വളരെ ശരിയാണ്. പക്ഷെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ട്രയാങ്കുലർ മലബാർ ഭാഗത്ത് വരുന്നത് കിഴക്കൻ മലബാർ പാലക്കാടായിരിക്കും. അത് ഈ രാഹുൽ മത്സരിക്കാത്തൊരു സാഹചര്യം വരികയും കോൺഗ്രസിന് അതുപോലെ ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരാൻ പറ്റാതെ വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ പാലക്കാട് ജില്ലയിലുള്ള സ്വാധീനത്തിന്റെ ശക്തിയുണ്ട്. തൊട്ടപ്പുറത്തുള്ള മലമ്പുഴയിൽ ഇടതുപക്ഷത്തിന് വലിയ ശക്തി കേന്ദ്രമാണ്. അതേപോലെ ശോഭാ സുരേന്ദ്രൻ BJPക്ക് വേണ്ടി നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്. അതോടെ അവർ നിൽക്കുന്നിടത്തെല്ലാം വോട്ട് വർദ്ധിപ്പിച്ചൊരു സാഹചര്യമാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനും CPM-നും കോൺഗ്രസിൻ്റെയും കാൻഡിഡേറ്റ്സ് വരുമ്പോൾ ഒരുപക്ഷെ UDF ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ശരിയല്ലല്ലോ, നാളെ പ്രഖ്യാപനമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആ ഒരു സാഹചര്യം വരുമ്പോൾ നല്ലൊരു ട്രയാങ്കുലർ പാലക്കാട് അസംബ്ലിയിലുണ്ടാകും. അത്രത്തോളം മലമ്പുഴയിലുണ്ടാവില്ല. മലമ്പുഴ വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ മത്സരം ശക്തമായിരിക്കും. കാരണം BJPക്ക് നല്ല സെക്കൻഡ് പ്ലേസ് പലപ്പോഴും വന്നിട്ടുള്ളൊരു മണ്ഡലമാണ് മലമ്പുഴ. പക്ഷേ അവിടെ പരമ്പരാഗതമായി അച്യുതാനന്ദൻ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ കഴിഞ്ഞ തവണയും CPM തന്നെ ജയിച്ചു, എത്രയോ കാലമായിട്ട് CPM ജയിക്കുന്ന. അപ്പോൾ അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് കൂടുതലും മലബാർ മേഖലയിലായതുകൊണ്ടാണ് അപൂർവമായിട്ട് ട്രയാങ്കുലർ മലബാർ മേഖല. BJPക്ക് ആശ്രയിക്കാവുന്ന ഹിന്ദു വോട്ടാണ്. അതെ, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടിലെ അത്രമാത്രം പ്രതീക്ഷയൊന്നും വെക്കാനില്ല. ക്രിസ്ത്യൻ വോട്ട് തന്നെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളൊക്കെ കുറഞ്ഞതായിട്ടാണ്. അതെ അതെ അതെ. അപ്പൊ ഈ ഹിന്ദു വോട്ടിൽ ഒരു ഉന്നം വെക്കുമ്പോൾ UDF-നും LDF-നും എത്രമാത്രം ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യയെക്കുറിച്ച് ഒരു പരിപൂർണമായ ഒരു കോമ്പോസിഷൻ നടത്താൻ വിഷമമുണ്ട്. 2011 സെൻസസ് നമ്മുടെ മുമ്പിലുണ്ട്. ആ സെൻസസ് പ്രകാരം 54% ഹിന്ദുക്കളുള്ളതായിട്ടാണ് കണക്ക്. പക്ഷേ അത് വാസ്തവത്തിൽ 54% ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം റിലിജിയൻ വൈസായിട്ടത് പറയുമെങ്കിലും 10% ഷെഡ്യൂൾഡ് കാസ്റ്റും ട്രൈബ്സും കൂടി ഉണ്ട്. പക്ഷേ അതിനകത്ത് ദളിത് ക്രിസ്ത്യൻസും ഉണ്ട്. അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഒഫീഷ്യൽ ക്രിസ്ത്യൻ എസ്റ്റിമേറ്റ് 18 ആണെന്ന് വയ്ക്കുക, 18%. അതിനകത്ത് അപ്പർ കാസ്റ്റും OBC-കളും ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. പക്ഷേ ദളിത് ക്രിസ്ത്യൻസിൻ്റെ കൗണ്ട് അവിടെ വരുന്നില്ല. അപ്പോൾ 10% വരുന്ന SC ST 1%, 9% SC-യുമാണ്. ആ 10%-ൽ പകുതിയോളം ദളിത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും 18, 5, 23% ക്രിസ്ത്യൻസ് ആണ് കേരളത്തിലുള്ളത്. അപ്പോൾ 23 മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ 27. അങ്ങനെ നോക്കിയാൽ 50%-ഓളം ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. അപ്പോൾ മറുവശത്ത് ഇത് 50% ഇല്ലെങ്കിൽ 51 കഷ്ടിച്ച് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഹിന്ദു ബേസ് കേരളത്തിൽ അത്ര ശക്തമല്ല. എന്നാൽ ഓർഗനൈസ്ഡ് മൈനോറിറ്റി എന്നുള്ള നിലയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒരു വലിയ പരിധിവരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ശക്തമാണ്. അതിപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഈ 18% എന്ന് പറയുന്നത് പല ഫാക്ഷൻസിലായിട്ട് നിൽക്കുകയാണെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ സോഷ്യൽ ക്യാപിറ്റലും ബാക്കി എഡ്യൂക്കേഷനും ഹെൽത്തിൻ്റെയും ബാക്കി സംഭാവനകളും ഉള്ളതുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രസക്തി സമൂഹത്തിൽ നേരത്തെ തന്നെ അറിയപ്പെട്ടതാണ്. അവരുടെ സംഭാവനകളും അറിയപ്പെട്ടതാണ്. അപ്പോൾ മറുവശത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി എണ്ണത്തിൽ ശക്തമാണ്. മുസ്ലിം ലീഗിൻ്റെ വളർച്ചയ്ക്ക് ശേഷം അതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ 1967 ശേഷം മന്ത്രിമാരെ സംഭാവന ചെയ്യുന്നതിൽ പണ്ട് പറയുമായിരുന്നല്ലോ, വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് മന്ത്രിമാരെ കിട്ടാനായിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമില്ല, പാണക്കാട്ട് കൊണ്ടുതരും തളികയിൽ വെച്ച് എന്ന് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്ന മുസ്ലിം ലീഗ് പൊളിറ്റിക്കൽ ഫോഴ്സായി എന്നേ വന്നു കഴിഞ്ഞു. ഒരു സമയം ഉപമുഖ്യമന്ത്രിയായി CH മുഹമ്മദ് മുഖ്യമന്ത്രിയായി, ഉപമുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിയായി 1979 ഇനിയിപ്പോൾ തീർച്ചയായിട്ടും UDF വരികയാണെങ്കിൽ അതിനകത്ത് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ഏതാണ്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മുസ്ലിം ലീഗ് ആവശ്യത്ത് ശക്തമാണ്. കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മാത്രം അല്ല, കേരള കോൺഗ്രസ് പാർട്ടിക്കകത്ത് മാത്രമേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിനകത്ത് പരമ്പരാഗതമായി നല്ലൊരു ക്രൈസ്തവ സംഭാവനകൾ സ്വാധീനമുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ പല ഫാക്ഷൻസ് ആയിട്ടാണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺഗ്രസിലും കേരള കോൺഗ്രസിൻ്റെ പല തട്ടുകളിലുമുണ്ട്. ഒരു ചെറിയ വിഭാഗം മാത്രമേ BJPക്ക് വോട്ട്, വളരെ ചെറിയ വിഭാഗം മാത്രമേ BJPക്ക് വോട്ട് ചെയ്യുന്നുള്ളൂ. എന്നാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ലീഡേഴ്സ് അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ PC ജോർജിനെയും ഷോൺ ജോർജിനെയും മാത്രമല്ല ഞാൻ പറയുന്നത്, അനൂപ് ആൻ്റണിയെ പോലെയുള്ള ഡൽഹിയിൽ നിന്നും RSSൽ കൂടി വളർന്നു വന്ന ക്രൈസ്തവ ലീഡേഴ്സ് വളരെ ചെറുതാണെങ്കിലും BJPയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ റിലീജിയസ് കോമ്പോസിഷൻ വെച്ച് നോക്കുമ്പോൾ ഹിന്ദുസ് അങ്ങനെ ഒരു ബ്രൂഡ് മെജോറിറ്റി എന്ന് പറയാനില്ല. ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ഒരു കാരണവശാലും UDF-നെ വിട്ടു പോകുന്നില്ല. ഇല്ല,
മോറോർലെസ് പോകുന്നില്ല. അവരുടെ കൂടെ തന്നെയാണ്. തീർച്ചയായിട്ടും ഹിന്ദു വോട്ടാകട്ടെ ഈ മൂന്ന് മുന്നണികളിലേക്കും വിഭജിച്ച് പോകുന്നു. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ ഒരു ഹിന്ദു ബേസിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയാൻ ആർക്കും പറ്റും? ആകെ പറയാൻ പറ്റുന്ന ഇടതുപക്ഷത്തെയാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സർവേകളിലൊക്കെ കണ്ടിട്ടുണ്ട്, CPM വരുന്ന വോട്ടുകളുടെ സോഴ്സ് കൂടുതലും OBC ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഏതാണ്ട് 100 CPM വോട്ടുകളെ ഒന്ന് അനോട്ടമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 60 to 65% വരുന്നത് OBC കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹിന്ദു പാർട്ടി എന്ന് CPM വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു ശോഷണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കുറച്ച് കണ്ടു. അത് തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ ലെഫ്റ്റ് നോക്കുന്നുണ്ട്. കാരണം OBC വോട്ടിൽ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ BJPയിലേക്ക്, NDAയിലേക്ക് പോകുന്നത് BDJSൻ്റെ സഹായത്തോടു കൂടി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് BJP ചോദ്യത്തിൻ്റെ മറ്റൊരു പ്രസക്തിയുണ്ട്. കാരണം BJPക്ക് വോട്ട് ബേസ് വരുന്നത് എവിടെ നിന്നാണ്? ക്രിട്ടിക്കൽ മാസ് വോട്ട് വരുന്നത് നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമാണ്. നായർ കമ്മ്യൂണിറ്റി ആകട്ടെ 13% ജനസംഖ്യയിലുള്ളൂ. അപ്പോൾ BJPക്ക് വളരണമെങ്കിൽ OBC കമ്മ്യൂണിറ്റി വളർന്നാലേ പറ്റുള്ളൂ, പിന്നെ ഷെഡ്യൂൾ കാസ്റ്റിലും വളർന്നാലേ പറ്റുള്ളൂ. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ OBC കമ്മ്യൂണിറ്റിയിലേക്ക് BJP വളരാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തെ ദോഷം ചെയ്യുമെന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ BJP പക്ഷേ ശ്രമിക്കുന്നത് ഹിന്ദു ബേസ് വളർത്താനാണ്. എന്നാൽ പരമ്പരാഗതമായി ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPIയുമാണ്. ഇത് CPM സമ്മതിച്ചു തരത്തില്ല. പക്ഷേ വോട്ട് ബേസ് നോക്കിയാൽ തീർച്ചയായിട്ടും ഹിന്ദു ബേസ് ഉള്ളത് CPMനാണ്. അതിലാണ് BJPയും CPM തമ്മിൽ മത്സരിക്കുന്നതും. ഇത് തന്നെയാണ് പഴയകാലത്ത് RSS CPM സംഘടനത്തിൻ്റെ ഒരു ഘടകവും, പരമ്പരാഗതമായിട്ടുള്ളൊരു ഘടകം. മലബാറിലൊക്കെ അത് വരാൻ കാരണം അതിനകത്തൊരു ഐഡിയോളജിക്കൽ ഫാക്ടർ ഉണ്ടെന്ന് കണക്കാക്കിയുള്ളൂ. കാരണം RSS കേഡേഴ്സ് അന്നല്ല ഇപ്പോഴും ഹിന്ദു ദേശീയതയ്ക്ക് വേണ്ടിയും ഹിന്ദുത്വ ആശയങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അന്ന് അന്തർദേശീയ മാർക്സിസം എന്നുള്ള ആശയത്തിന് വേണ്ടി ലെഫ്റ്റ് ശ്രമിക്കുമായിരുന്നു. ഇത് താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വർക്കേഴ്സ് തമ്മിൽ, പ്രത്യേകിച്ച് RSS ശാഖയിൽ പോകുന്നവരെ അറ്റാക്ക് ചെയ്യുകയും തിരിച്ചറ്റാക്ക് ചെയ്യും. അങ്ങനെ ആ തരത്തിൽ രണ്ട് വ്യത്യസ്ത കമ്മ്യൂണിറ്റീസ് തമ്മിലായിരുന്നില്ല സംഘടനം. RSS മാർക്സിസ്റ്റ് ക്ലാഷസ് ആയിരുന്നു. അത് രണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അതാണ് ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി. ഇപ്പോഴും ആ കണ്ടസ്റ്റേഷൻ തുടരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഇപ്പോൾ ശ്രമിക്കുന്നത് ഹിന്ദു ബേസിൽ തന്നെയാണ്. അപ്പോൾ BJPക്ക് വളരണമെങ്കിൽ CPM തളർന്നാലേ പറ്റൂ. അങ്ങനെ ഒരു കൃത്യമായ ഒരു നിലയിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇനി വരുന്നൊരു ഫ്യൂച്ചറിൽ. ഈ രണ്ട് മുന്നണികളാണ് ശക്തമെങ്കിലും ഈ മൂന്നാമതൊരു മുന്നണിക്ക് വളരണമെങ്കിൽ ഒരു മുന്നണി താഴോട്ട് പോയാലേ പറ്റൂ. എന്നാലും ഓർഗനൈസ്ഡ് മൈനോറിറ്റി ഉള്ള UDFൽ സംഭവിക്കാൻ വഴിയില്ല. മറിച്ച് ലെഫ്റ്റിലാണ് അത് വീണ്ടും കുറച്ചുകൂടി സാധ്യത കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CPM എത്രത്തോളം BJPയുടെ വളർച്ചയെ തടയാൻ കഴിയും? ഈ ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് UDF 100-ലേറെ സീറ്റിലൂടെ അധികാരത്തിൽ വരുമെന്ന് അവർ അവകാശപ്പെടുന്നു. സത്യത്തില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സീറ്റുകൾ അല്ലെങ്കിൽ UDFന്റെ സീറ്റ് 41-ൽ നിൽക്കുക. കോൺഗ്രസ് ഏതാണ്ട് 22 സീറ്റേ ഉള്ളൂ. പിന്നെ ലീഗിന്റെ അതേ മറുവശത്ത് 99 സീറ്റുകൾ. അപ്പോ എങ്ങനെ പോയാലും ഇരട്ടിയിലധികം സീറ്റിലൂടെ കോൺഗ്രസ് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ അധികാരത്തിൽ എത്താൻ പറ്റൂ. സാർ എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിന് കൊണ്ടുവന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. പഞ്ചായത്തുകളിൽ എത്രയോ കാലമായിട്ടൊരു 30 വർഷമായിട്ടെങ്കിലും കോൺഗ്രസ് ഒരുവിധം നല്ല പെർഫോമൻസ് കാണിച്ചിട്ടേയില്ല. മാത്രമല്ല ഗ്രാമമേഖലകളിൽ നല്ല രീതിയിൽ ഗ്രാസ് റൂട്ട് വർക്ക് ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇടതുമുന്നണിക്ക് എന്നും പഞ്ചായത്തുകൾ അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ ഈ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടാക്കിയ ക്ഷീണം ആ സർക്കിളിനെ ഞെട്ടിക്കുമ്പോൾ കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസമാണ്. കാരണം 530ഓളം പഞ്ചായത്തുകൾ UDFൻ്റെ കീഴിൽ വരിക എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം നമുക്കറിയാം. വ്യക്തിപരമായ സ്ഥാനാർത്ഥികളെ നോക്കി ജയിച്ചൊന്നുമല്ല, വ്യക്തമായ രാഷ്ട്രീയ മാൻഡേറ്റ് തന്നെയാണ്. അപ്പോൾ 10 വർഷത്തോളം 9.5 വർഷത്തോളം ഭരിച്ച ഒരു ഗവൺമെൻറ്റിനെ അന്ന് വിലയിരുത്തുന്ന പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ക്ഷേത്രക്കൊള്ളയും സ്വർണവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ശബരിമല പ്രശ്നങ്ങളും അഴിമതി ആരോപണങ്ങളും ഇതിൽ പലതും ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം തൊട്ടുപറയ ഇലക്ഷൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വല്ലാണ്ടത് ഏറ്റവും മനസ്സിൽ മുറിവേൽപ്പിച്ചു. അത് മതവിശ്വാസത്തിന് അപ്പുറമായിട്ട് അഴിമതിയുള്ളൊരു ഭരണമാണ്. ദേവസ്വം ബോർഡ് ഭരണം മുഴുവൻ രാഷ്ട്രീയക്കാർ കൊള്ള നടത്തുകയാണ്. അപ്പോൾ 10 കൊല്ലമായിട്ട് ഭരിക്കുന്നൊരു ഭരണകക്ഷിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അതാണ് അവിടെ ഉണ്ടായ ഒരു തിരിച്ചടി. അത് കോൺഗ്രസ്സിന് ആത്മവിശ്വാസം നൽകി. പക്ഷേ ഈ ആത്മവിശ്വാസം അസംബ്ലിയിൽ അതുപോലെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന് മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഒരു കാര്യം സത്യമാണ്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പഞ്ചായത്തും അസംബ്ലിയും അടുത്ത് നിൽക്കുന്നുണ്ട്. പാർലമെൻറ്റ് വളരെ ദൂരെയാണ്, ദേശീയ തിരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇവിടെ പഞ്ചായത്തും അസംബ്ലിക്കും
കോമണാലിറ്റി ഉള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയം രണ്ടിടത്തും പ്രസക്തമാകും. അങ്ങനെ നോക്കുമ്പോൾ UDFന് നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ അവരുദ്ദേശിക്കുന്ന പോലെ വലിയൊരു തരംഗമുണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഒരു കാരണം കോൺഗ്രസ്സിനകത്തുള്ള അന്തഛിദ്രങ്ങൾ കുറേശ്ശെ പുറത്തു വരുന്നു. അത് UDFന് വെല്ലുവിളി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആത്മവിശ്വാസം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഭരണത്തിൽ വരുന്നതിന് മുമ്പേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയാൽ അതാണ് 2021 തോക്കാൻ UDFന് ഒരു കാരണം. മറ്റ് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാന കാരണം അന്ന് ഗ്രൂപ്പ് ഫാക്ഷണലിസം വർദ്ധിച്ചതും മുഖ്യമന്ത്രിയാവുന്നുള്ള സംഘടന ഉണ്ടായതും പരസ്പരം തോൽപ്പിച്ചതും കാലുവാരിയതുമെല്ലാം അന്നത്തെ UDF തോക്കാൻ കാരണമാക്കി. മറ്റു പല കോവിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയ ആത്മവിശ്വാസത്തിൽ അമിത ആത്മവിശ്വാസം കാണിച്ചാൽ തീർച്ചയായിട്ടും UDFന് പ്രശ്നമുണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സുധാകരൻ്റെ കാര്യം പറയുന്നു, മറ്റു പലർക്കും MP സ്ഥാനം കളഞ്ഞിട്ട് അസംബ്ലിയിൽ വരണം. ഞാൻ ചോദിക്കുന്ന ഈ കോൺഗ്രസ്സിന് എന്തുകൊണ്ടാണ് കേന്ദ്രത്തിലേക്ക് കുറേ ആൾക്കാരെ പറഞ്ഞു വിട്ടാൽ അവരവിടെ ശക്തമായി പ്രതിപക്ഷം നിൽക്കാനും രാജ്യം മുഴുവൻ നിറഞ്ഞു നിൽക്കാനുള്ളൊരു അവസരമല്ലേ? അവിടെ എത്ര കമ്മിറ്റികളിൽ അവർക്ക് പ്രവർത്തിക്കാം, രാജ്യമൊട്ടുക്ക് കാര്യങ്ങളിൽ ഇടപെടാം, ദേശീയ നേതാവാകാം. അതൊന്നുമല്ല, ഞാൻ 2 കൊല്ലം പാർലമെൻറ്റ് ഇരിക്കും, അത് കഴിഞ്ഞ് അസംബ്ലി വരും. ഇതുപോലെയാണ് അസംബ്ലി ഇരുന്ന ആൾ പാർലമെൻറ്റിൽ പോകും. ഇങ്ങനെ വച്ചു മാറ്റുന്നതിൻ്റെ അർത്ഥം എന്താണ്? പൊളിറ്റിക്കൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല കോൺഗ്രസ്സിൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. താരതമ്യേന ഇടതുപക്ഷത്തിൽ അത് നടക്കുന്നുണ്ട്. അവർ നേരത്തെ തന്നെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമുള്ള നേതാക്കന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു, അസംബ്ലിയിലേക്കും സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ ഒരു വലിയൊരു വരേണ്യ വിഭാഗമാണ് പാർലമെൻറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തു. ഇപ്പോൾ റഹീം വന്നു, CPIയുടെ ആൾക്കാരിലും ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യം, കാരണം പാർലമെൻറ്റിലൊക്കെ നിൽക്കുമ്പോൾ. പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെയല്ല. ഞാനിപ്പോൾ പാർലമെൻറ്റിൽ പോകും, പിന്നെ ഞാൻ അസംബ്ലി വരും. 9 MP തയ്യാറെടുത്ത് നിൽക്കണം. ഞാൻ ചോദിക്കുന്നത്, ഈ 9 MP കോൺഗ്രസ്സിന് 15ഓളം ജയിച്ചു. 9 MP പാർലമെൻറ്റിൽ നിന്ന് രാജിവെച്ച് ഇവിടെ വന്ന് നിൽക്കുകയാണെന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ രാജിവെക്കേണ്ടി വരുന്നതെന്നിരിക്കട്ടെ, 99 പേരുള്ള പ്രതിപക്ഷം, 100 എന്നുള്ളത് പപ്പു യാദവിനെ കൂട്ടിയാണ് 100 തികച്ചത്. കോൺഗ്രസ്സിന് 99 സീറ്റ്. ഈ 99-ൽ 9 പേര് പോയാൽ 90 കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ മോദിയെ നേരിടാൻ ദുർബലമാവുകയില്ലേ? ഈ യാഥാർത്ഥ്യം ആരെങ്കിലും ഒന്ന് കോൺഗ്രസ്സിലെ ഈ പാർലമെൻറ്റിൽ നിന്ന് അസംബ്ലി മത്സരിക്കണം എന്നവരടുത്തൊന്ന് പറഞ്ഞു കൊടുക്കാത്ത എന്താ? ഇല്ലെങ്കിൽ ഇത്തരം മോഹത്തിന് ഒരു പരിധി ഉണ്ടാക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യം മ്യൂസിക്കൽ ചെയർ, ഞാനിപ്പോൾ പാർലമെൻറ്റിൽ പോകും, 2 കൊല്ലം കഴിഞ്ഞ് അസംബ്ലി വരും, അത് കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യും. അങ്ങനെ ജനങ്ങളെ യു കനോട്ട് ടേക്ക് പീപ്പിൾ ഫോർ ഗ്രാൻഡഡ്. ഇപ്പോൾ മുരളീധരനുണ്ടായൊരു വെല്ലുവിളി അതാണ് അല്ലേ? പല സ്ഥലങ്ങളിൽ പോയി നിന്നിപ്പോൾ ഉത്തരവാദിത്വമില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ക്രെഡിബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത് തന്നെയാണ് തീർച്ചയായിട്ടും സുധാകരനായാലും രാഘവനായാലും കൊടിക്കുന്നിൽ സുരേഷ് ആയാലും ശശി തരൂർ ആയാലും അവരങ്ങനെ ആഗ്രഹിക്കരുത്. അവർക്കൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, അത് നഴ്സ് ചെയ്യണം. അത് അമിത വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യത ഇല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് 25 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ കിടമത്സരങ്ങൾ മതിയാക്കിയിട്ട് തീർച്ചയായിട്ടും സതീശനും രമേശ് ചെന്നിത്തലയും തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും എല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ അവർക്ക് മുന്നേറാൻ കഴിയും. കാരണം അനുകൂലമായൊരു സാഹചര്യമുണ്ട്. 10 വർഷമായി ഭരിച്ച ഗവൺമെൻറ്റിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. അത് അഴിമതി ഒരു പ്രധാന കാരണമാണ്, വിലക്കയറ്റം വലിയ പ്രധാന കാരണമാണ്, പിന്നെ തീർച്ചയായിട്ടും നിയമസമാധാനത്തിൻ്റെ തകർച്ച പ്രശ്നമാണ്, പിന്നെ ആരോഗ്യരംഗത്തുണ്ടായ പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പ്രശ്നങ്ങളുണ്ട്, വികസനത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ തീർച്ചയായിട്ടും പറയാം. പക്ഷേ ഇവിടെ ബാക്കി മേഖലകളിൽ 10 കൊല്ലത്തിനിടയ്ക്ക് പാർട്ടി കേഡർമാർ ഉദ്യോഗം കൈയടക്കിയതും മുഖ്യ സ്ഥാനങ്ങളിലെത്തിയതും രാഷ്ട്രീയ അഴിമതി വന്നു, സാമ്പത്തിക അഴിമതി വന്നു, സാമ്പത്തിക നിലയിലുണ്ടായ തകർച്ച, പ്രത്യേകിച്ച് 6 ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് കേരളം പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ വിലക്കയറ്റവും അഴിമതിയും ഇത്തരം പ്രശ്നങ്ങളും മുന്നിൽ നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ അവർ മാറി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് UDFന് കിട്ടുന്ന പ്രതീക്ഷ. പക്ഷെ അത് അമിത വിശ്വാസം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞാൽ 22 കോൺഗ്രസ് MLA ഇരട്ടിയിലധികം വർദ്ധിക്കുകയും ലീഗിന്റെ സീറ്റുകളെല്ലാം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ UDFന് സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത്തരം ഒരു സാധ്യത എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഏതാണ്ട് 90ഓളം സീറ്റുകളിൽ മത്സരിക്കുന്നത്. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു 45-48 സീറ്റുകൾ കിട്ടിയാൽ മുസ്ലിം ലീഗിൻ്റെ മിക്കവാറും ഒരു 95% ആൾക്കാരും ജയിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ CPMഉം CPIയും കൂടി 72 സീറ്റ് എത്തിയതുപോലെ ഏതാണ്ട് ഒരു 65 സീറ്റിനടുത്ത് ഈ മുസ്ലിം ലീഗ് കോൺഗ്രസ് കോമ്പിനേഷൻ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ജോസഫ് ഗ്രൂപ്പിന് കിട്ടുന്ന സീറ്റുകളെല്ലാം കൂടെ ആകുമ്പോൾ ഒരു 80 സീറ്റിനടുത്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു പക്ഷേ താങ്കൾ ചോദിച്ച പോലെ
നിസ്സാരമല്ല. ഇപ്പോഴുള്ള 22-ൽ നിന്ന് 48-ലേക്കോ 45-ലേക്കോ വരിക നിസ്സാരമല്ല. അതിനുള്ളൊരു ഐക്യം കോൺഗ്രസ് അണികളിൽ കാണണം. ജനങ്ങൾ താനേ വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിച്ചോളും എന്ന് പ്രതീക്ഷിക്കുന്നത് മൗഢ്യമാണ്. കാരണം ഇപ്പോൾ അൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്, മൂന്നാമതൊരു മുന്നണിയെ പരീക്ഷിച്ചുകൂടാതില്ല. അപ്പോൾ കോൺഗ്രസിനകത്തുള്ള ഫാക്ഷണലിസം അവസാനിപ്പിക്കുകയും പ്രത്യേകിച്ച് പരമ്പരാഗതമായ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഇല്ലെങ്കിൽ പോലും ഈ ആര് മുഖ്യമന്ത്രിയാകുന്നുള്ള ചർച്ചയും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടുവരികയും പരസ്പരം തമ്മിലിട്ടിച്ച് ജനങ്ങൾക്ക് 2021 അവരെന്ത് ചെയ്തോ അത് തന്നെ വീണ്ടും ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ജനങ്ങൾക്ക് മടിയൊന്നുമില്ല. ജനങ്ങളങ്ങനെ അക്കാര്യത്തിൽ, കാരണം കേരളത്തിനകത്ത് മാറി മാറി UDF LDF UDF LDF സമീപകാലത്താണ് ഈ 10 വർഷം. ഈ 10 വർഷം ഒരു ചരിത്രമാണ്, ഒരു റെക്കോർഡാണ്. അതുകൊണ്ട് തന്നെ അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന ഇപ്പോൾ സതീശൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു, പാർലമെൻറ്റിൽ നിൽക്കുന്നവരാരെയും ഞങ്ങൾ അസംബ്ലിയിൽ നിർത്തൂല. മാത്രമല്ല ഷാർപ്പായിട്ട് ഇടതുമുന്നണിക്കുള്ള മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫോക്കസ്ഡ് ലീഡറായിട്ട് സതീശൻ ഇതിനകം വന്നു കഴിഞ്ഞു. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കോൺസെൻട്രേഷൻ മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെയുള്ള കോമ്പിനേഷനിൽ ഒരു മുന്നേറാൻ കഴിയും. ജോസഫ് ഗ്രൂപ്പിൻ്റെ കുറച്ച് സീറ്റുകളെങ്കിലും കിട്ടണം, ഒരു 3 തൊട്ട് 5 സീറ്റെങ്കിലും കിട്ടണം എന്നുള്ളതാണ്. പിന്നെ മറ്റ് കൊച്ചു കക്ഷികൾ, ഇപ്പോൾ CP ജോണിനെ പോലുള്ളവരൊക്കെ കുറച്ചുകൂടി പ്രസക്തിയുള്ള കാൻഡിഡേറ്റ്സാണ്. അപ്പോൾ അങ്ങനെ കടുത്ത ഒരു UDF തരംഗമുണ്ടെങ്കിൽ, ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ഇത് സാധ്യമാണ്. ഇത് അസാധ്യം ഞാൻ പറയില്ല, ഇത് സാധ്യമാണ്. ആ വികാരം ഈ വരുന്ന 25 ദിവസത്തിനിടയ്ക്ക് എങ്ങനെ മൊബിലൈസ് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉള്ളത് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്, പക്ഷേ നോട്ട് എ ഗ്യാരണ്ടി. അപ്പോൾ അവിടെ സാറേ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കേരളത്തിലെ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയ ചില മണ്ഡലങ്ങൾ, അതെ, അതിലേറെയും LDF-നും മുസ്ലിം ലീഗിനും, CPM-ന്റെ പക്കൽ. അതെ, ഉദാഹരണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ CPM-ന്റെ പക്കൽ തന്നെ 13 മണ്ഡലങ്ങൾ തുടർച്ചയായിട്ട് അവരുടെ കൈവശം ഇരിക്കുകയാണ്. 65 മുതലുള്ളതുണ്ട്. പയ്യന്നൂര്, മലമ്പുഴ, തൃക്കരിപ്പൂര്, കോഴിക്കോട് നോർത്ത്, കല്യാശ്ശേരി, ധർമ്മടം, മട്ടന്നൂര്, ഷൊർണൂര്, കോങ്ങാട്, തരൂര്, നെന്മാറ, പുതുക്കാട്, വൈപ്പിൻ, ഇത്രയും സീറ്റുകൾ CPM-ന്റെ പക്കൽ ഇരിക്കുമ്പോഴേ ഈ സ്ഥിരം മണ്ഡലം അല്ലെങ്കിൽ സേഫ് ഡിപ്പോസിറ്റ് എന്ന് കോൺഗ്രസിന് കൈകാര്യം പറയാവുന്നത് തൃക്കാക്കര മാത്രമേ. വളരെ ശരിയാണ്. മുസ്ലിം ലീഗിന് അതിനേക്കാൾ എത്രയോ ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ പഴയ പരമ്പരാഗതമായ വോട്ടിംഗ് ബിഹേവിയർ പഠിക്കുമ്പോൾ സേഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, അൺസേഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, ഫ്ലെക്സിബിൾ, ഇങ്ങനെ 3ആയിട്ട് പരമ്പരാഗതമായി തിരിക്കുമായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിന് സേഫായിട്ടുള്ളത് പഴയ എറണാകുളം, ഇന്നത്തെ തൃക്കാക്കര മാത്രമേ. അത് വളരെ വളരെ സത്യമാണ്. ഒറ്റ ഇതിൽ നിന്ന് തന്നെ ആ പാർട്ടിയുടെ സംഘടനാപരമായ ദുർബലത എത്രയാണെന്ന് മനസ്സിലാക്കാമല്ലോ. സംഘടനാപരമായ ശക്തിയില്ല. അതേസമയം CPM ആകട്ടെ പാർട്ടി ഗ്രാമങ്ങളുണ്ടാക്കി. ഞാൻ കാസർഗോഡൊക്കെ ജോലി ചെയ്തുകൊണ്ട് എനിക്കറിയാം, പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ 100-ൽ 100 ഒരു പാർട്ടിക്കാരാണ്. ഒരു ഗ്രാമത്തിലെ അപൂർവമായിട്ട് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിയത് BJP മാത്രമാണ്, CPM കഴിഞ്ഞാൽ. അപ്പോൾ CPM-ന്റെ പാർട്ടി ഗ്രാമം അതൊരു ഒരു രാജ്യം തന്നെയാണ്. മറ്റാർക്കും അവിടെ അതെല്ലാം സാംസ്കാരിക മേഖലയായാലും പൊതുമണ്ഡലമാണെങ്കിലും വിവാഹമാണെങ്കിലും സ്വകാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിനും പാർട്ടികൾ. അത് ആ നിലയ്ക്ക് CPM-ന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അഭിനന്ദനീയമാണ്, വളരെ ശക്തമാണ്. അത് വിട്ടുമാറുന്ന ഒരു ആശയമില്ല. ഈ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഈ മണ്ഡലങ്ങളിലെല്ലാം 13 മണ്ഡലങ്ങളിൽ എത്രയോ തെരഞ്ഞെടുപ്പ്, 12 തെരഞ്ഞെടുപ്പിലെങ്കിലും തുടർച്ചയായി വിജയിക്കുക എന്ന അത്യപൂർവമായ കാര്യമാണ്. മുസ്ലിം ലീഗിന് മാത്രമേ അത് പറയാൻ അവകാശമുള്ളൂ. UDF-ൽ മുസ്ലിം ലീഗിന്റെ മണ്ഡലങ്ങൾ പറയാമല്ലോ. പിന്നീട് പല മണ്ഡലങ്ങളിലും അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അതെ, വേങ്ങരയും മലപ്പുറവും തീർച്ചയായിട്ടും. കാരണം അവിടെ ഡെമോഗ്രാഫിക്കലി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വളരെ കോൺസെൻട്രേഷനുള്ള സ്ഥലമാണ് മലപ്പുറം ജില്ല, ഒരു പരിധിവരെ കോഴിക്കോട് ജില്ല, കുറച്ച് കാസർഗോഡിൻ്റെ ചില ഭാഗങ്ങൾ. അപ്പോൾ അവിടെ മുസ്ലിം ലീഗിന് ശക്തമായ കോട്ടകളുണ്ട്. അതവരുടെ സേഫ് ഡെപ്പോസിറ്റാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ വന്നെങ്കിലും ഒരു മോഡറേറ്റ് ലിബറൽ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് മറ്റു ചിലരും അതിലോട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ പൊതുമണ്ഡലത്തിൽ ചില വിഭാഗങ്ങളുടെ പിന്തുണ വരുന്നുണ്ട്. കോൺഗ്രസുമായിട്ടുള്ള അലയൻസ് നന്നായിട്ട് പോകുന്നുണ്ട്. 67-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോട് നിന്നാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്ക് ശക്തമായിട്ട് വരുന്നത്. അതിനു മുമ്പ് കോൺഗ്രസുമായിട്ട് ചേർന്നിട്ട് പിണങ്ങിപ്പോയി 60-65 കാലഘട്ടത്തിൽ നിന്നുള്ള ചരിത്രം നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുണാകരന് ശേഷം തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് സ്ഥിരമായി കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പാർട്ടികളുടെ ശക്തി നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും ഓർഗനൈസേഷണലി സ്ട്രോങ് CPM തന്നെയാണ്. പക്ഷേ ഇലക്ട്രൽ വോട്ട് അങ്ങനെയല്ല. ഇലക്ട്രൽ വോട്ടിൽ അങ്ങനെയല്ലാത്തതുകൊണ്ടാണ് വോട്ട് മാറി മാറി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി കേരളം തുടർച്ചയായി ഭരിക്കുകയാണ്. അതൊരു ചരിത്രവുമാണ്. അപ്പോൾ അവിടെയാണ് സാർ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒന്ന് മാത്രമുള്ള UDF
ഫിക്സഡ് ഡിപ്പോസിറ്റ് 13എങ്കിലും ഉള്ള LDF തമ്മിൽ മത്സരിക്കുമ്പോൾ ഒരു ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ആത്മവിശ്വാസം LDFന് കൂടുതലുണ്ട്, കൈവരുന്നുണ്ട്. അതിപ്പോഴും ഉണ്ട്. CPMന് എപ്പോഴും ആത്മവിശ്വാസത്തിൻ്റെ കുറവില്ല. കാരണം ഒന്ന്, അവരുടെ അണികൾ ആത്മാർത്ഥത അവരോട് നിൽക്കുന്നു എന്നുള്ള പ്രതീക്ഷയാണ്. നേതൃത്വം, പിന്നെ കേഡർ പാർട്ടിയുടെ പ്രത്യേകത, ഐഡിയോളജിയുടെ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം കൊണ്ട് ബഹുജന സംഘടനകളിൽ അവർക്കുള്ള പ്രാവീണ്യം, അവർക്കുള്ള സ്വാധീനം, ഇതൊന്നും കോൺഗ്രസ് ചെയ്യുന്നില്ല. ഉദാഹരണമായിട്ട് യൂത്ത് കോൺഗ്രസ്, KSU, കോൺഗ്രസിൻ്റെ മഹിളാ സംഘടന, അവരുടെ ഒന്നും പ്രവർത്തനത്തിൻ്റെ മികവൊന്നും കാണുന്നില്ല. കമ്പാരിറ്റീവ്ലി ഇടതുപക്ഷത്തെ നോക്കിക്കഴിഞ്ഞാൽ SFI ആയാലും DOF ആയാലും അവർ വിജയിക്കുകയും നടത്തുന്ന സമരങ്ങളും അത് മുന്നോട്ട്, അപ്പോൾ ഇതൊക്കെയാണ് പാർട്ടിയുടെ CITയും ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ശക്തമാക്കിയത്. ഈ പറഞ്ഞ ചോദ്യം ശരി. ഒരു മണ്ഡലമുള്ള സേഫ് കോൺസ്റ്റിറ്റ്യുവൻസിയുള്ള തൃക്കാക്കര മാത്രമുള്ള കോൺഗ്രസ് എങ്ങനെ ജയിക്കുന്നു? അപ്പോൾ അതിനുള്ള മറുപടി ഇതാണ്. മുസ്ലിം ലീഗ് അവരുടെ കൂടെ തുറപ്പിച്ചിട്ടായിട്ടുണ്ട്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗം വന്നാൽ ജനങ്ങൾ വാരിക്കോരി ആ മുന്നണിക്ക് അങ്ങ് വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുന്നൊരു പശ്ചാത്തലമാണ് UDFനെ പലപ്പോഴും ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ ഒരു ഇലക്ടറൽ പാർട്ടി എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും തോക്കാനും മാത്രം വിധിക്കപ്പെട്ട് സംഘടനാപരമായ പ്രവർത്തനത്തിലൊന്നും വലിയ കാര്യമില്ല, പ്രകടന പത്രികയ്ക്ക് പോലും വലിയ കാര്യമില്ല, ഐഡിയോളജിക്ക് പോലും വലിയ കാര്യമില്ല. ആ സമയത്ത് കാണിക്കുന്ന ഒരു പ്രകടനമാണ്. ഇനി കാണാൻ പോകുന്ന 25 ദിവസങ്ങളിടയിൽ ആണ് ഒഴുക്കുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ശക്തി ഉണ്ട്. ഏറ്റവും കൂടുതൽ വെല്ലുവിളി കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അതെ തെക്ക് നിന്ന് വടക്ക് വരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അമ്പലപ്പുഴയിലെ G. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. പാലക്കാട്ട് PK ശശി ദുർബലായി രംഗത്തുണ്ട്, മത്സര രംഗത്തുണ്ടെന്നുള്ളതല്ല, തെരഞ്ഞെടുപ്പ് പാർട്ടിക്കെതിരായിട്ടുണ്ട്. കാസർഗോഡ് കുഞ്ഞിക്കണ്ണുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പ്രകടമായിട്ട് അവിടെ ജനസ്വാധീനം ഉള്ളവര് ഈ പാർട്ടിക്കെതിരെ രാജേന്ദ്രൻ പിന്നെ ഐഷ പോറ്റി CPIയിലെ മുകുന്ദൻ, ഇങ്ങനെ പലരും അതവരെ ചിലർ പോകുന്നത് കോൺഗ്രസിലോ അല്ല BJPയിലാകും. അതുണ്ടാക്കുന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ 10 കൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് നേതൃത്വത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ശക്തമായതായിരിക്കാം. കോൺഗ്രസിനെ അപേക്ഷിച്ച് പല ഗ്രൂപ്പുകളില്ലല്ലോ. ഇപ്പോൾ അച്യുതാനന്ദൻ ശക്തമായിരുന്ന സമയത്ത് പിണറായി അച്യുതാനന്ദൻ എന്ന 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം സർവ്വതും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയും ഭരണവും ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും അതിൽ അസ്വസ്ഥത ഉണ്ടായിരിക്കണം. അതിൻ്റെ ഉദാഹരണമാണ് സുധാകരനിലും കുഞ്ഞിക്കണ്ണനിലും രാജേന്ദ്രനിലും ഇങ്ങനെയുള്ള പലരിലും കണ്ടത്. അതവർ പുറത്തു പോകാൻ കാരണമാക്കി. ആ ഒരു കൊഴിഞ്ഞുപോക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടായാൽ ഈ കൊഴിഞ്ഞുപോക്ക് കൊണ്ടാണെന്നും ഒരു ഇൻ്റർപ്രിറ്റേഷൻ വരും. അപ്പോൾ ബംഗാളിലൊക്കെ CPM നീണ്ടകാലം 35 കൊല്ലം ഭരിച്ചിട്ടാണ് ഇന്ന് നാമാവശേഷമായത്. അപ്പോൾ ഈ പാർട്ടിക്ക് അകത്ത് നിന്ന് കൊഴിഞ്ഞുപോക്ക് വരുന്നത് പ്രത്യേകിച്ച് ആത്മാർത്ഥതയുള്ള നേതാക്കന്മാർ, ഈ പറഞ്ഞതിനകത്ത് സുധാകരനെക്കുറിച്ചും കുഞ്ഞിക്കണ്ണനെക്കുറിച്ചും ആരും മോശം പറഞ്ഞിട്ടില്ല, ഐഷ പോറ്റിയെക്കുറിച്ചും ആരും മോശം പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു റെപ്യൂട്ടേഷനുള്ള ലീഡേഴ്സ് പുറത്തു പോകുന്നത് CPMന് കാര്യമായ ക്ഷീണം ചെയ്യുന്നുണ്ട്. അവർ പലരും കോൺഗ്രസിലേക്കോ BJPയിലേക്കോ പോകുന്നു, സ്ഥാനാർത്ഥികളായി രംഗപ്രവേശനം വരുന്നു. അങ്ങനെ വരുമ്പോൾ അത് കൊണ്ടുവരുന്നൊരു പൊളിറ്റിക്സ്. ഇപ്പോൾ രാജേന്ദ്രൻ മൂന്നാറിൽ നിന്ന് ദേവികുളത്ത് നിന്ന് പീരുമേട് ദേവികുളത്ത് നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു. അപ്പോൾ തോട്ടം മേഖലയിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ അമ്പലപ്പുഴയിൽ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം, അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കറ പൊള്ളാത്ത ഒരു ചരിത്രം നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു തുറന്ന പുസ്തകമാണ്. അദ്ദേഹം PWD മിനിസ്റ്ററായിരുന്നു. ഒരു ആക്ഷേപം ആർക്കും പറയാനില്ല. അപ്പം അങ്ങനെ ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു, UDFൻ്റെ കാൻഡിഡേറ്റായിട്ട് എമർജ് ചെയ്താൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനിക്കുമെന്നുള്ള തർക്കമൊന്നുമില്ല. ഇപ്പോൾ കേരള പൊളിറ്റിക്സിനകത്ത് ഈ സേഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, സ്ട്രോങ് കോൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ആൾക്കാർ കരിഷ്മയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അതിൽ അട്രാക്ട് ചെയ്യപ്പെടും. അതുപോലെ ആ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുവരുന്ന ഒരു പ്രത്യേകത, അതിനൊരു ഉദാഹരണമാണ് 87-91 ഇടതുമുന്നണിയെ താരതമ്യേന നന്നായിട്ട് ഭരിച്ചു. അഴിമതി തീരെ ഇല്ലായിരുന്നു, മതേതര മുന്നണിയായിരുന്നു, വർഗീയത ഒന്നുമില്ലായിരുന്നു. ജില്ലാ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് കൗൺസിൽ ആക്ട് കൊണ്ടുവന്നു. അങ്ങനെ പൊതുവെ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്ന പല നിയമങ്ങളും കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവന്നിട്ടും വളരെ പ്രതീക്ഷയോടെ 1 കൊല്ലം മുമ്പേ തെരഞ്ഞെടുപ്പിന് ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോയി തോറ്റുപോയി. അതിൻ്റെ കാരണം നമുക്കറിയാം. ആ സമയത്തുണ്ടായ രാജീവ് ഗാന്ധിയുടെ മരണവും തുടർന്നുണ്ടായ ഒരു തരംഗവും സഹതാപ തരംഗവും ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ. അപ്പോൾ കേരള പൊളിറ്റിക്സ് ഐഡിയോളജിക്കലാണെന്ന് അങ്ങനെ പറയാൻ പറ്റും. കാരണം നല്ലൊരു ഗവൺമെൻറ് ആയിരുന്നു 87-91. അവർക്ക് സെക്കുലർ ഗവൺമെൻറ്, അതിനെ പണിഷ് ചെയ്തില്ലേ കേരള വോട്ടേഴ്സ്? അപ്പോൾ ഈ ഇലക്ടറേറ്റിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ അഴിമതിയുള്ളൊരു ഭരണമാണ് എന്ന് ജനങ്ങൾ ആക്ഷേപിച്ചാൽ അതിനെതിരെ ഈ LDFന് വേണ്ട രീതിയിൽ പ്രതിരോധം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഭരണവിരുദ്ധ വികാരം ശക്തിപ്പെട്ടാൽ പഞ്ചായത്ത് ആവർത്തിക്കാൻ സാധ്യതയില്ലേ?
അല്ല, ഇടതുമുന്നണി അവകാശപ്പെടുന്നത് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ അവതരിപ്പിച്ച 10 വർഷമാണ് കടന്നുപോയത്. അതെ, അതിന് ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനാവുമോ? ആർക്കും പറ്റില്ല. വാസ്തവത്തിൽ കേരളത്തിൽ വികസനം കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. നമുക്ക് കണ്ണു തുറന്ന് നോക്കുന്ന എല്ലാവർക്കും കാണാം. കിഫ്ബിയുടെ സഹായത്തിലായിരിക്കാം, ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളിലായിരിക്കാം, അടിസ്ഥാന വികസനം കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം ആൾക്കാർ തൃപ്തിപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. ഒരു ആശുപത്രിക്കകത്തുള്ള സാഹചര്യങ്ങൾ എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ച്, റോഡുകൾ സമീപകാലത്ത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം, അങ്ങനെ തുടങ്ങി പിന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കിഫ്ബിയുടെ പണം നമ്മൾ എത്രത്തോളം എടുക്കുന്നതിൽ അത് സാമ്പത്തികമായിട്ടത് നമുക്ക് ഗുണകരമാണോ എന്നുള്ള ചോദ്യം. പക്ഷേ വികസനം ഉണ്ടായിട്ടുണ്ട്. ഭൗതിക വികസനം കാര്യമായിട്ടുണ്ടായ 10 വർഷമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. അതിന് യാതൊരു തർക്കവുമില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത് 15 വർഷം, 10 വർഷം മുഖ്യമന്ത്രി എന്നുള്ളത്. അതെ, ഒരു മുഖ്യമന്ത്രിയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള തീരുമാനമെടുക്കാനും അത് ഡിറ്റർമിനേഷനോടുകൂടി ചെയ്യാനുള്ള ശക്തിയും മനഃശക്തിയും ദൃഢനിശ്ചയവുമുള്ള ഒരു ശക്തനായ നേതാവാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിലും മാധ്യമരംഗത്തുമൊക്കെ വിമർശിക്കാൻ കാരണമാക്കിയത് അദ്ദേഹം നടത്തുന്ന ചില പ്രസ്താവനകൾ മാധ്യമരംഗത്തുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. പിന്നെ ചില പൊതു സ്റ്റേജുകളിലൊക്കെ കേരളത്തിനകത്ത് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആങ്കറിൻ്റെ അടുത്ത് പോലും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം, അങ്ങനെയൊക്കെ കാണുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഒരു മുൻകോപിയാണ് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഭരണത്തിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹം പണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് മിനിസ്റ്റർ ആയിരിക്കുന്ന നയനാർ ഗവൺമെൻറ് കുറഞ്ഞ കാലം ഓർക്കുന്നുണ്ടാവും, വളരെ നല്ല പേരുണ്ടാക്കി. അവിടെ തൊട്ടുമ്പോൾ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിട്ട് വന്നപ്പോൾ 2021 രണ്ടാം ഭരണം കിട്ടാൻ തന്നെ കാരണം കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത് ജനങ്ങളെ നോക്കാൻ ഇവിടെ ഒരു സർക്കാർ ഉത്തരവാദിത്വത്തോടെ ഉണ്ട്, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വെള്ളപ്പൊക്കത്തിൻ്റെ വന്നാലും കോവിഡ് വന്നാലും ആ അക്കൗണ്ടബിലിറ്റിക്ക് കൊടുത്തൊരു മാൻഡേറ്റ് കൂടിയാണ് വിജയം. പക്ഷേ ഇപ്പോൾ ഈ 10 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്തെടുത്ത ഡിറ്റർമിനേഷനുള്ള തീരുമാനങ്ങൾ അത് പൊതുവെ ശ്ലാഘനീയമാണ്. പിന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പലപ്പോഴും മറ്റുള്ളവർ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേന്ദ്രവുമായിട്ട് സംഘട്ടനത്തിന് പോയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിതിൻ ഗഡ്കരിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട്, പ്രൈം മിനിസ്റ്ററുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാൻറ്റുകൾ സമയത്തിന് കിട്ടി. ഇവിടെ വിവാദമുണ്ടാക്കിയ ചില കാര്യങ്ങൾ വാസ്തവത്തിൽ പി എം ശ്രീ വാസ്തവത്തിൽ നാട്ടിന് ഗുണം ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അതിനെ തടുത്തത് CPI ആണ്. വാസ്തവത്തിൽ PM ശ്രീക്കകത്ത് ഒരു കാവ്യവൽക്കരണവുമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞു PM ശ്രീ മുഴുവൻ കാവ്യവൽക്കരണമാണ്. ഞാനതെടുത്ത് നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ചുരുക്കത്തിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ വെച്ച് 154 ബ്ലോക്കിൽ 308 സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപ വന്ന് ആ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം മുന്നണി രാഷ്ട്രീയത്തിൽ CPI നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു വിമർശനമാണ്. പക്ഷേ അദ്ദേഹം അതിനെതിരെ ഒന്നും CPIക്കെതിരെ ഒന്നും പറഞ്ഞില്ല, പുറത്തൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഇക്കാര്യം കൂടി പറയണം. കാരണം LDFിനകത്ത് അപസ്വരങ്ങൾ താരതമ്യേന കുറവാണ്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കൊഴിഞ്ഞു പോക്ക് വന്നത്. അവസരങ്ങൾ കുറവാണ്. UDFിൽ എന്നും അവസരങ്ങളുണ്ടാകും, പക്ഷേ ഇവിടെ അവസരങ്ങളില്ല. അതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്കാണ്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോർഡിനേഷൻ കമ്മിറ്റിക്കകത്ത് പറയണം, ഇല്ലെങ്കിൽ പാർട്ടി സംഘടനയ്ക്കകത്ത് പറയണം. ഇത്രയും 10 വർഷത്തിനിടെ ഇത്രയധികം അഴിവ് നടത്തിയ സർക്കാർ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതെ, പക്ഷേ ഇടതുപക്ഷം തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾ ഏത് ആരോപണമാണ് തെളിയിച്ചിട്ടുള്ളത്? സ്വർണ്ണക്കൊള്ള മുതൽ ഇങ്ങോട്ട് പറയുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ആരോപണം തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്താണ് അവർ മുന്നിൽ ഉന്നയിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് സാർ അതിനെ? അല്ല, തീർച്ചയായിട്ടും സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ജനങ്ങളിടയിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇത് വെറും രാഷ്ട്രീയവൽക്കരണമല്ല, അഴിമതിവൽക്കരണമായിരുന്നു. അത് തെളിഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോൾ കോടതി ഏത് കാലത്ത് ആരെ ശിക്ഷിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ജാമ്യം കിട്ടിയതിൽ തന്നെ വേണ്ട രീതിയിൽ FIR ഒക്കെ സമയത്തിന് കൊടുക്കാത്തതുകൊണ്ടാണ് സ്വർണം കൊള്ള നടന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പഴയ കാലത്തെ തന്നെ ദേവസ്വം ബോർഡിനകത്ത് രാഷ്ട്രീയക്കാർ വരുന്നത് വിശ്വാസികൾക്ക് വലിയ വിമർശനമുള്ളതാണ്. ഇതവർ വരുന്നു എന്ന് മാത്രമല്ല, 2 കാര്യങ്ങളാണ്. ഒന്ന്, അവിടുത്തെ സാമ്പത്തിക ശക്തിയെ ദുർബലപ്പെടുത്തുന്നു, അവിടെ നിന്ന് കട്ടുകൊണ്ടു പോകുന്നു എന്നുള്ളൊരു വിമർശനം. 2, ഇവർ ഭക്തിയുടെ പേരിലല്ല ചെയ്യുന്നതെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ നേതാക്കന്മാർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ശബരിമലയിലും മറ്റും വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടാൽ ഞങ്ങൾ ജനങ്ങളുടെ പ്രതിനിധിയാണ്, പവറുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾ വന്നു എന്നുള്ളതല്ലാതെ ഒരു ഭക്തൻ്റെ ഒരു സ്വഭാവം അവിടെ കണ്ടു. അവിടെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരിക, അവിടെ കൈയും കെട്ടിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ആ ഒരു ധിക്കാരത്തിൻ്റെ ഒരു സ്വഭാവം അവിടെയുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ എനിക്ക് സംശയമില്ല. അതിനകത്ത് ആക്ഷേപം ശക്തമാണ്. അത് തെളിയിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ആക്ഷേപം എന്ന് പറയുന്നത് കടം ഇത്രയും വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്.
1.5 ലക്ഷം കോടി കടമുള്ളത് ഇപ്പോൾ 6 ലക്ഷം കോടിയുടെ കടമുണ്ടെന്നാണ് ആശ. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് തകർച്ച നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ വളർച്ചയുണ്ടായി. അതിനനുസരിച്ച് ചെലവും കൂടി എന്നാണ് അവർ വിശദീകരിക്കുന്നത്. അത് സത്യമാണ്. ഞാനിത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ആഗോളീകരണത്തിന് ശേഷം എല്ലാ പാർട്ടികളിലും ഒരു വലതുപക്ഷ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. അതിവിടെയും സംഭവിച്ചു. കോർപ്പറേറ്റ് ഭരണം വന്നു, കോർപ്പറേറ്റിസം വന്നു, കോർപ്പറേറ്റ് ഇൻഫ്ലുവൻസ് വന്നു. അത് അദാനി ആയാലും മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളായാലും. അപ്പോൾ അവരുമായി ചേർന്ന് പ്രവർത്തിക്കാവുന്ന മേഖലകളിൽ പ്രവർത്തിക്കുക, പിന്നെ ചില പ്രോജക്റ്റുകൾ കൊണ്ടുവരിക. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആഗോളീകരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ്, അതിനോട് എതിർപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷേ പരമ്പരാഗതമായ ലെഫ്റ്റ് ആഗോളീകരണത്തെ എതിർത്തിട്ട് ഇപ്പോൾ ആഗോളീകരണമായിട്ട് സമരസപ്പെട്ടു പോകുന്നൊരു കാഴ്ചപ്പാടാണ്. അവിടെയാണ് ഈ കോർപ്പറേറ്റ് ഭരണത്തെക്കുറിച്ചും മറ്റും ആക്ഷേപം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൺട്രാക്റ്റ് ഒരാളുങ്കൽ അതുൾപ്പെടെയുള്ള മേഖല പ്രവർത്തനങ്ങൾക്കൊക്കെ രാഷ്ട്രീയപരമായ ഒരുപാട് പക്ഷപാതത്വം കാണിക്കുന്നു എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം പറയുന്നുണ്ട്. അപ്പോൾ 10 കൊല്ലം ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും വിമർശനം ശക്തമാകും. ശരി സാറേ, അങ്ങനെ നോക്കുമ്പോഴേ 99 സീറ്റുള്ള LDF 55 MLA CPM തന്നെ ഫീൽഡിൽ ഇറക്കും. അതെ, 20-ലേറെ CPI. അതെ. ഇവരെല്ലാം വികസനത്തിന്, അതായത് MLA കൊണ്ടുവന്ന വികസനം, നടപ്പാക്കിയ വികസനം, അതെ, അത് ശരിക്കും നടപ്പാക്കി എന്ന് തന്നെയാണ് സാർ പറയുന്നത്. നടപ്പാക്കി എന്ന് തന്നെയാണ്. അതെ, അതെ. അപ്പൊ ജനങ്ങളെ വികസനം നടപ്പാക്കിയ ഒരാളിനെ തള്ളിക്കളഞ്ഞ് രണ്ടാമതൊരാളെ തെരഞ്ഞെടുക്കേണ്ട അവസ്ഥ എങ്ങനെയാണ് വരിക? ഈ ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് നിലവിലുള്ള MLA വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുത്തത്. കാരണം അവരുടെ മണ്ഡലം നേരാവണ്ണം നോക്കിയിട്ടുണ്ടെങ്കിൽ MLA മാർക്ക് നല്ലതാണ്, ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള മാർക്കല്ല, MLA കുറിച്ചുള്ള മാർക്ക് നല്ലതാണ്. അപ്പോൾ അവർ തന്നെ വീണ്ടും വരുമ്പോൾ ആൻറ്റി ഇൻകംബൻസി ന്യൂട്രലൈസ് ചെയ്യപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു ഘടകത്തിൻ്റെ മാത്രമല്ല, ഇത് രൂപപ്പെട്ടു വരുന്നതിന് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു മാസം, ഇപ്പം നമ്മൾ നിൽക്കുന്ന 25 ദിവസത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായപ്പോൾ എപ്പോഴാണ് വോട്ടിങ്ങിന് തീരുമാനമെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആൾക്കാർ ഭരണത്തെ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴേ വോട്ട് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ഇന്നോ തീരുമാനം വന്നു. ഇനി വരുന്നത് ആരാണ്? ചെറിയൊരു ഭാഗമാണ്. ആ ചെറിയ വിഭാഗത്തിൽ ഒരു ഭാഗം പ്രചരണത്തിൻ്റെ സ്വാധീനത്തിൽ വരും. അവസാനത്തെ 48 മണിക്കൂറിൽ ഫ്ലോട്ടിംഗ് വോട്ട്സ് മാറും. ഇത് രണ്ടേ ഉള്ളൂ. പക്ഷെ ബാക്കി വോട്ടുകളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ഭൂരിപക്ഷ വോട്ടും തീരുമാനിക്കപ്പെട്ടു. എതിരായിട്ടാണ് വോട്ട് വരുന്നതെന്ന് വിചാരിച്ചു. അതെ. എങ്കിൽ തന്നെ ഇത് തകർന്നടിഞ്ഞ് ഇല്ലാതാകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് CPM മാറും? ഇല്ല, ഒരിക്കലും ഇല്ല. മറിച്ച് എനിക്ക് തോന്നുന്നത് LDF തോൽക്കുകയാണെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഭാവിയുണ്ടെന്നാണ്. മറിച്ചാണ് എനിക്ക് തോന്നുന്നത്. കാരണം തോറ്റു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആത്മപരിശോധന ഉണ്ടാകും, പ്രതിപക്ഷത്തിരുന്ന പ്രവർത്തനമുണ്ടാകും. അതേപോലെ യുവജന, വിദ്യാർത്ഥി, തൊഴിലാളി, ബഹുജന സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടും. ഇപ്പോൾ ഇവരൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ, വലിയ പ്രവർത്തനം കാണുന്നില്ലല്ലോ, അതിനൊക്കെ അവസരം. അപ്പോൾ അതുകൊണ്ട് അവർ തകർന്നടിയുന്ന പ്രശ്നമില്ല. ഏറ്റവും കൂടുതൽ LDF തോറ്റത്, ഇല്ലെങ്കിൽ CPM തോറ്റത് 1977 14 സീറ്റാണ്. 140 മണ്ഡലങ്ങളിൽ CPM കിട്ടിയത് വെറും 14 സീറ്റുകളാണ്. അതൊരു തകർന്നടിയലായിരുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതുപോലത്തെ ഒരു തകർന്നടിയലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ CPM തോക്കേണ്ടി വന്നാലും ഒരു മാന്യമായൊരു തിരിച്ചടിയേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറം ഒരു വലിയൊരു തരംഗം അവരെ കടപുഴകി എടുത്തു കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മറ്റൊരു കാരണമുണ്ട്. ഈ MLA റെക്കോർഡിൻ്റെ പ്രസക്തിയോടൊപ്പം ഘടനാപരമായി ഇടതുമുന്നണിക്കകത്ത് 11 പാർട്ടികളുണ്ട്. പ്രധാനപ്പെട്ട വോട്ട് അതുണ്ട്. അതെ, അതെ, കേരള കോൺഗ്രസ്, അതെ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുണ്ട്. പക്ഷെ ആ വോട്ടുകൾ വരുന്നതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാര വോട്ടുകളും വരും. ആ ഫാക്ടറുണ്ട്. അപ്പം അതുകൂടെ നോക്കുമ്പോൾ ഘടനാപരമായി ഇപ്പോഴും LDF സ്ട്രോങ് ആണ്, ഞാനത് സമ്മതിക്കുന്നു. അത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പാർഷ്യലായിട്ടുള്ളൊരു വോട്ടിംഗ് സംവിധാനത്തിനകത്ത് BJPക്ക് ഒരു വോട്ട് ഷെയർ ഉണ്ടെന്നുള്ളതും പ്രസക്തിയുള്ള കാര്യമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഘടനാപരമായിട്ട് UDF അത്രയും വലിയ ശക്തിയുള്ളതുമല്ല മറുവശത്ത്. കാരണം മുസ്ലിം ലീഗ് അല്ലാതെ അതുപോലെ പ്രസക്തിയുള്ള ഒരു കോൺഗ്രസ് കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ പിന്നെ ജോസഫ് ഗ്രൂപ്പ് മാത്രമല്ലേ ഉള്ളൂ ഒരു ചെറിയ രീതിയിൽ വേണ്ടി പ്രവർത്തിക്കാൻ. അതുകൊണ്ട് സ്ട്രക്ചറലി UDF LDFൻ്റെ അത്ര ശക്തമല്ല. LDF ആണ് കുറച്ചുകൂടി ശക്തി. പക്ഷേ ആൻറ്റി ഇൻകംബൻസി ശക്തിപ്പെട്ടാലോ? ആൻറ്റി ഇൻകംബൻസിയുടെ ഒഴുക്കാണ്. ഇപ്പോൾ ആൻറ്റി ഇൻകംബൻസിയുടെ ഒഴുക്ക് എത്ര ശക്തമായി വരുന്നോ അതനുസരിച്ചായിരിക്കും വെർഡിക്റ്റ് വരാൻ പോകുന്നത്. എക്സാക്ട്ലി, അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്.
സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് ചില മണ്ഡലങ്ങളിൽ വളരെ പെട്ടെന്ന് വാർത്താ പ്രാധാന്യം കിട്ടും. ഉദാഹരണമായിട്ട് അമ്പലപ്പുഴ, മറ്റൊന്ന് പേരാവൂർ, അതെ, ശൈലജ ടീച്ചർ അതെ, അതെ, മണ്ഡലം മാറി. അതെ. ഈ രണ്ട് മണ്ഡലങ്ങള് സാർ എങ്ങനെയാണ്? തീർച്ചയായിട്ടും മാധ്യമസത്ത വളരെ വന്നിട്ടുള്ളൊരു മണ്ഡലങ്ങളാണ് ഈ പറഞ്ഞ പേരാവൂറും അമ്പലപ്പുഴയും. കാരണം സുധാകരൻ മത്സരിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നെങ്കിലും മത്സരിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം മത്സരരംഗത്തുണ്ട്, സ്വതന്ത്രനാണ് എന്ന് പറയുകയും UDF പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടസ്റ്റേഷൻ വളരെ ശക്തമാകും. അപ്പോൾ അവിടെ സലാമാണ് എതിർക്കുന്നത്, സലാമാണ് എതിർക്കുന്നത്. അപ്പം നിലവിലുള്ള MLA തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ മത്സരം ശക്തിപ്പെടുന്നത് മാത്രമല്ല, സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എത്ര ന്യായമുണ്ട്, എത്ര സത്യമുണ്ട്, അത് ജനങ്ങളുടെ ഇടയിൽ എത്ര വിശ്വാസമുണ്ട് എന്നുള്ളത് കൂടി പരീക്ഷിക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ്. അതാണ് ഈ അമ്പലപ്പുഴ. എനിക്ക് അമ്പലപ്പുഴയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഇലക്ഷനിൽ അമ്പലപ്പുഴയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം വരുന്നത്. ഈ അമ്പലപ്പുഴ എഫക്റ്റ് എന്ന് പറയാവുന്ന സുധാകരന്റെ എഫക്റ്റ് ആ മണ്ഡലത്തിൽ മാത്രമായിരിക്കുമോ അതോ ജില്ല മുഴുവൻ ഉണ്ടാവുമോ? കേരളത്തിൽ ഇല്ല, എനിക്ക് തോന്നുന്നു ജില്ല മുഴുവനെ കാണത്തുള്ളൂ. ജില്ലയ്ക്ക് അപ്പുറം പോകാൻ സാധ്യതയില്ല. കാരണം ആലപ്പുഴ ജില്ലയ്ക്കകത്ത് പാർട്ടിക്കകത്തുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി എതിർത്ത ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു സംഘടനാപരമായ പ്രശ്നങ്ങളാണ് സുധാകരന് രാജിവെച്ച് പുറത്തു പോകാൻ, അല്ലെങ്കിൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇപ്പോൾ സ്വതന്ത്രനായി നിൽക്കാൻ തീരുമാനമെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്വാധീനം ആലപ്പുഴ ജില്ലയിലേക്ക് ഒതുങ്ങുകയുള്ളൂ. പക്ഷേ ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ കാസർഗോഡും കണ്ണൂറും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ, പിന്നെ രാജേന്ദ്രൻ പോയതും കുഞ്ഞിക്കണ്ണൻ പോയതും അതോടൊപ്പം തന്നെ CPIയിൽ നിന്നുള്ള മുകുന്ദൻ പോയതും, ഇങ്ങനെ അതുപോലെ പോറ്റിയുടെ കൊട്ടാരക്കര ഐഷ പോറ്റിയുടെ കൊട്ടാരക്കരയുള്ള മത്സരവും, അതെല്ലാം കാണിക്കുന്നത് പാർട്ടിക്കകത്ത് എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ സമഗ്രാധിപത്യത്തിനെതിരാണോ, പാർട്ടിക്കകത്ത് അഴിമതി കൂടുതലായതുകൊണ്ടാണോ, പാർട്ടിക്കകത്ത് ഭരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ശക്തി വളരെ കൂടുതലാണ്. പ്രതിപക്ഷമില്ലാതെ മറ്റൊരാളും എതിർക്കാതെ ആ ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മറുവശത്തിന് ചോദ്യം ചെയ്യപ്പെടാതെ വന്നപ്പോൾ അതിനെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുണ്ടായ ഇമ്പാക്റ്റ്. അപ്പോൾ ചുരുക്കത്തിൽ അതാണ് മറ്റ് മണ്ഡലങ്ങളിൽ സ്വാധീനിക്കാൻ. അപ്പോൾ എല്ലാ ജില്ലകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 6-7 ജില്ലകളിലെങ്കിലും പ്രാധാന്യമുണ്ടെങ്കിൽ അതൊരു പരിധിവരെ അത് ഇമ്പാക്റ്റ് ചെയ്യും. ഇത് പറയുമ്പോൾ പരമ്പരാഗതമായിട്ട് CPM ഇത്തരം ഗ്രൂപ്പ് വഴക്കുകളെയൊക്കെ നേരിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പഴയ കാലത്ത് വലിയ നേതാക്കന്മാർ MV രാഘവന് മുമ്പും പോയിട്ടുണ്ട്. MV രാഘവന് മുമ്പും വലിയ നേതാക്കന്മാർ പുറത്ത് പോയിട്ടുണ്ട്. അത് MV രാഘവന് ശേഷവും പോയിട്ടുണ്ട്, MV രാഘവൻ പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കൊണ്ടുവന്ന സ്വാധീനം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പരിമിതമാണ്. പക്ഷേ അത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണവും വലുതാണ്. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 48-ലെ കൽക്കട്ട പ്രബന്ധം, 56-ൽ വന്നപ്പോൾ പാലക്കാട് തീസിസ്, പിന്നീട് 67-ൽ വലിയൊരു മുന്നണി ഉണ്ടാക്കി കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ട് കൂട്ടുകൂടും എന്നുള്ള സിദ്ധാന്തം, പിന്നീട് 87 ആയപ്പോൾ EMS കൊണ്ടുവന്ന യഥാർത്ഥ മതേതര മുന്നണി. അപ്പോൾ ഇങ്ങനെ പല ഘട്ടങ്ങളിൽ കൂടി വന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ 91-ന് ശേഷം ആഗോളീകരണം കൊണ്ടുണ്ടായ വലതുപക്ഷ വ്യതിയാനം. അപ്പോൾ ഇതൊക്കെ മാധ്യമരംഗത്ത് ചർച്ചയാകും, പൊതുജനങ്ങളുടെ ഇടയിൽ ചർച്ച വരും. അപ്പോൾ ഇതിന് പ്രത്യേകതയുള്ളത് കാരണം പാർട്ടിയുടെ ഭാവി ഏത് നിലപാടാണ്, ആഗോളീകരണവുമായി ബന്ധപ്പെട്ട് സമരസപ്പെടുകയാണോ, അതിനെ ചോദ്യം ചെയ്യുകയാണോ? ഇപ്പോൾ ഇറാൻ യുദ്ധം വരുന്നു. ഇപ്പോൾ അന്ന് സദാമിൻ്റെ പശ്ചാത്തലം വന്നപ്പോഴുണ്ടായ ഒരു അതായത് ഇറാഖിലെ യുദ്ധം കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിഷയമായി ഭവിക്കുകയും സദാം ഹുസൈൻ ഇപ്പോഴ് ഇറാനെതിരായിട്ട് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന യുദ്ധം ഏതെങ്കിലും തരത്തിൽ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സ്, അതായത് തെരഞ്ഞെടുപ്പില് പ്രധാന വിഷയമായില്ലെങ്കിലും ജനങ്ങളുടെ സ്വാധീന ഘടകമായിട്ട് ഏതെങ്കിലും തരത്തിൽ മാറാൻ സാധ്യതയുണ്ട്? അല്ല, അത് വലിയ സാധ്യത കാണുന്നില്ല. അന്ന് ഡിസ്ട്രിക്ട് കൗൺസിൽ പോളിൽ 91-ൽ സദാം ഹുസൈൻ്റെ അമേരിക്കയുടെ ഇറാഖിൻ്റെ ആക്രമണത്തെക്കുറിച്ച് അന്ന് EMS വളരെ ശക്തമായിട്ട് അത് പ്രചരണം നടത്തിയ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇവിടെ വൈരുദ്ധ്യങ്ങളാണ് ഈ ഇറാൻ യുദ്ധത്തിലുണ്ടാക്കിയത്. ആ വൈരുദ്ധ്യങ്ങൾ വളരെ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഗൾഫ് മുസ്ലിം രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നൊരു ഇറാൻ, 1 കോടി പ്രവാസികളുള്ള ഗൾഫ് രാജ്യങ്ങൾ, അതിൽ ഭൂരിപക്ഷം മലയാളികൾ, ഈ മലയാളികളായ പ്രവാസികൾ ഉൾപ്പെടെയുള്ള GCC കൺട്രീസിനെ ആക്രമിക്കുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാനോട് സിമ്പതൈസ് ചെയ്യാൻ വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് പറ്റത്തില്ല. ഒന്ന്, അമേരിക്കയുടെ സാമ്രാജ്യത്തെ എന്തായാലും ഇവിടുത്തെ എല്ലാ പാർട്ടികളും എതിർത്തിട്ടുണ്ട്. അപ്പോൾ എന്താ കൂടുതലായിട്ടുള്ളത്? ആ നിലയ്ക്ക് നോക്കുമ്പോൾ സദാം ഹുസൈൻ്റെ അറസ്റ്റും അദ്ദേഹത്തിൻ്റെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും അതുപോലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഇമ്പാക്റ്റ് ചെയ്ത പോലെ
ഒരു കാഴ്ചപ്പാടും ഒരു സ്വാധീനവും താരതമ്യവും ഇപ്പോഴില്ല. CPM എന്തായാലും പരമ്പരാഗതമായ സാമ്രാജ്യത്തെ എതിർക്കുന്നതാണ്. അതുകൊണ്ട് അമേരിക്കയുടെ എതിർപ്പ് ഇപ്പോഴും തുടരും. അതിൽ കൂടുതൽ എന്ത് പറയാനുണ്ട്? അതുകൊണ്ട് ഇറാൻ വാർ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല, ബിക്കോസ് അതിനകത്ത് കോൺട്രഡിക്ഷൻസ് ഉള്ളത് കൊണ്ട്. ആ കോൺട്രഡിക്ഷനാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച ഇറാൻ രാജ്യങ്ങൾ അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്ത് എവിടെയുണ്ടോ അതൊക്കെ ആക്രമിക്കും എന്നുള്ള ന്യായം പറഞ്ഞ് ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളിക്ക് അത് വേദന ഉണ്ടാകും. അപ്പൊ ഇറാനെ സിമ്പതൈസ് ചെയ്യാൻ പറ്റില്ല. മതപരമായിട്ട് നോക്കുമ്പോൾ ജൂതൻ, മുസ്ലിം, ക്രിസ്ത്യൻ ഈ 3 വിഭാഗങ്ങൾ ആ യുദ്ധത്തിൽ പങ്കാളിയാണ്. അതെ അതെ. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു യുദ്ധം ചർച്ചാ വിഷയമാകുകയോ വീടുകളിൽ പോലും ഒരു ചർച്ചാ വിഷയമാകേണ്ടതാണ്. അതെ, അതങ്ങനെ സംഭവിക്കുന്നില്ല. ഇല്ല, അങ്ങനെ വലുതായിട്ട് സംഭവിക്കുന്നില്ല. കാരണം ജൂത മുസ്ലിം എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ല ഇതിനകത്ത് വരുന്നത്. ജൂത ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള ആ ഒരു പശ്ചാത്തലം ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ജൂത മുസ്ലിം കോൺഫ്ലിക്റ്റ് തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? 48-ൽ ഇസ്രായേൽ ഉണ്ടായപ്പോൾ തൊട്ട് ലോകരാഷ്ട്ര രംഗത്തുണ്ടായ പ്രശ്നങ്ങളാണ്. അതിൻ്റെ തീർച്ചയായിട്ടും പരമ്പരാഗതമായ ഒരു ഇമ്പാക്റ്റ് കേരളത്തിലും വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉദാഹരണമായിട്ട് ഒരു ചെറിയ വിഭാഗം ആൾക്കാരെങ്കിലും ഇസ്രായേലിനെ പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നവരുണ്ടാകാം. ഭൂരിഭാഗം പേരും പാലസ്തീൻ്റെ കോസിനോടാണ് നിൽക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ എതിരുള്ളവരാണ്. അത് നിലപാടെടുത്ത ഒരു കേരളമാണുള്ളത്. അതിൽ കൂടുതൽ എന്താണ് കൂടുതൽ പറയാനുള്ളത്? അപ്പം അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പോൾ ഇറാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചാണ്. അതില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജൂത രാഷ്ട്രങ്ങളെ എതിർക്കുന്ന കേരളത്തിൻ്റെ ഒരു മനസാക്ഷി, സാമ്രാജ്യത്തെ എതിർക്കുന്ന കേരളത്തിൻ്റെ മനസാക്ഷി ഇറാനോടൊപ്പം നിന്നനെ. അതിപ്പോൾ കാണുന്നില്ല. കാരണം 1 കോടി പ്രവാസികളാണ് ഭാരതത്തിലെ ആൾക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ കിടക്കുന്നത്. അതിൽ ഭൂരിപക്ഷം മലയാളികളാണ്. അപ്പം നമ്മളെല്ലാം ഭയപ്പെട്ടിരിക്കണം ഓരോ ദിവസം കഴിയും തോറും. അപ്പോൾ ഇറാനെ ആക്രമിച്ചതിൻ്റെ ന്യായമോ അതിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് നിലപാട് നമുക്ക് എടുക്കാം? അപ്പോൾ ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇറാൻ യുദ്ധം ഒരു സ്വാധീനം ചെലുത്തുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വീണ്ടും നമുക്ക് ഈ 3 മുന്നണികളിലേക്ക് വരിക. LDF, UDF, BJP ഈ 3 മുന്നണികള് തുല്യ ശക്തികൾ അല്ലെങ്കിൽ തുല്യ മത്സരത്തിന് വരികയാണെങ്കിൽ ഇതൊരു തൂക്കുസഭ ഏതെങ്കിലും തരത്തിൽ സൃഷ്ടിക്കപ്പെടുമോ? തൂക്കുസഭ വന്നാലുള്ള കേരളത്തിന്റെ ഭാവി? കേരളത്തില് 1965 തെരഞ്ഞെടുപ്പിലാണ് സഭയില്ലാതെ തൂക്കുസഭ ഉണ്ടായത്. ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അതുകൊണ്ട് അസംബ്ലി കൂടിയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ചിലരൊക്കെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പറയുന്നുണ്ട് ഒരു തൂക്കുസഭയ്ക്കുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ തൂക്കുസഭ ഉണ്ടാകണമെങ്കിൽ BJPക്ക് കുറഞ്ഞത് 15-20 സീറ്റുകൾ കിട്ടണം. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തൂക്കുസഭ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഞാൻ കാണുന്നത് BJPക്ക് ഒരു 5 സീറ്റുകൾക്കുള്ള സാധ്യതയാണ്. അതിനപ്പുറം വരാൻ സാധ്യത കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 18-20% വോട്ട് ഷെയറും 5 സീറ്റുകളും BJPക്ക് പരമാവധി കിട്ടാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അത് 0-ൽ നിന്ന് അതൊരു വളർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരുന്നൊരു മുന്നണി എന്നുള്ള നിലയിൽ കാണാം. പക്ഷേ അതുകൊണ്ടൊരു തൂക്കുസഭ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 5 സീറ്റ് കിട്ടിയാലും ഏതെങ്കിലും LDFനോ UDFനോ ഒരു ഭൂരിപക്ഷം മറുവശത്തുണ്ടാകും. പക്ഷേ BJP സീറ്റ് 15-20 വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൂക്കുസഭയുണ്ടാകും. അങ്ങനൊരു രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാമല്ലോ. അപ്പോൾ പോസിബിലിറ്റീസ് ആണല്ലോ, സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം. അപ്പം അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിയമം ഉൾപ്പെടുത്തുന്നുണ്ട്. കഴക്കൂട്ടം നിശ്ചയമായിട്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. വട്ടിയൂർക്കാവ് ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പാലക്കാട് സാധ്യതയുള്ളതാണ്. ചാത്തന്നൂർ സാധ്യതയുള്ളതാണ്. അതേപോലെ തൃശ്ശൂറും നമുക്കറിഞ്ഞുകൂടാ അവിടുത്തെ ക്യാമ്പയിൻ ട്രെൻഡ് വരുമ്പോൾ എങ്ങനെയാണ് അത് സ്വാധീനിക്കാൻ വഴിയുള്ളത്. മഞ്ചേശ്വരം ഇതിൽ നിന്നാണ് ഏറ്റവും പ്രധാനം കണ്ടത്. നിയമവും തീർച്ചയായിട്ടും നിയമവും കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, പാലക്കാട്, ഇങ്ങനെയാണ് ആ കണക്ക് വരുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കൊന്ന് വ്യക്തമാവും. കാരണം ത്രികോണ മത്സരം ശക്തമായ പാലക്കാട്, ത്രികോണ മത്സരം ശക്തമായ വട്ടിയൂർക്കാവ്. പിന്നെ നമ്മൾ നേരത്തെ വട്ടിയൂർക്കാവിനകത്ത് തീർച്ചയായിട്ടും പ്രശാന്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിന് രംഗം മുന്നേറുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് പറയാൻ പറ്റില്ല. ശക്തമായ ത്രികോണ മത്സരം വരുമ്പോൾ ആർക്കായിരിക്കും ആനുകൂല്യം കിട്ടാൻ സാധ്യത? ഏത് മുന്നണിക്കായിരിക്കും? അല്ല, അതല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഉത്കണ്ഠ എന്ന് പറയുന്നത്. കാരണം ഈ മുന്നണികളെല്ലാം മത്സരിക്കുകയും അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ വ്യത്യാസങ്ങൾ വരികയും ഏത് മുന്നണിയുടെ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പണ്ട് പറഞ്ഞിരുന്നത് BJPക്ക് കിട്ടുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകളാണെന്ന്. ഇപ്പോൾ കണക്കെല്ലാം തെറ്റിയില്ലേ? കാരണം BJPയുടെ വോട്ട് കോൺഗ്രസിൽ നിന്നല്ല വരുന്നത്. BJPയുടെ വോട്ട് പുതിയ തലമുറയിൽ നിന്നുള്ള വോട്ടാണ്. പിന്നെ ഹിന്ദു വോട്ട് ബേസ് എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിനെയാണ് സ്വാധീനിക്കുന്നത്.
അപ്പോൾ ആർക്കാണ് ദോഷം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇടതുമുന്നണി ഇപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു 15 സീറ്റോടുകൂടി BJP വരികയും LDFന് തിരിച്ചടി ഉണ്ടാവുമെങ്കിൽ അപ്പോൾ ആൾക്കാർ പറയും തീർച്ചയായിട്ടും BJP വളർന്നത് അല്ലെങ്കിൽ BJPയുടെ പ്രസൻസ് കൊണ്ടാണ് ലെഫ്റ്റ് തോറ്റ്. അതല്ലേ നമ്മൾ നേരത്തെ പറയുന്നത്, രണ്ടുപേരും ഒരേ കോൺസ്റ്റിറ്റ്യുവൻസി ഹിന്ദു ബേസിൽ നിൽക്കുന്നത് കൊണ്ട് മറുവശത്ത് മൈനോറിറ്റി കൺസോളിഡേഷനും ആൻറ്റി ഇൻകംബൻസിയുടെ ബെനിഫിറ്റും കൂടി UDFന് കിട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചർച്ചയുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ ഏതാണ്ട് 26ഓളം മണ്ഡലങ്ങൾ 5000 താഴെ വോട്ടിന് മാത്രം അതിൽ തന്നെ 1000 താഴെ വോട്ടിന് 6 മണ്ഡലങ്ങളുണ്ട്. പെരിന്തൽമണ്ണ 38 വോട്ടിനാണ് ജയിച്ചത്, കുറ്റ്യാടി 333, മഞ്ചേശ്വരത്ത് 745, തൃശ്ശൂരിൽ 946, താനൂരിൽ 985, തൃപ്പൂണിത്തുറ 992 വോട്ട്. അപ്പൊ ഈ 6 മണ്ഡലം ഇങ്ങനെ ഈ ഗതി നിർണ്ണയിക്കുന്ന ചില മണ്ഡലങ്ങൾ 25 സീറ്റുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 140, ഈ 5000 താഴെ ചില 1000 താഴെ ഇങ്ങനെ വരുന്ന മണ്ഡലങ്ങളെ സാർ എങ്ങനെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച മണ്ഡലങ്ങളുടെ കണക്ക് അതേ മണ്ഡലങ്ങളിൽ ആവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ 500നും 1000നും ഇടയ്ക്കുള്ള വോട്ടുകളിൽ കുറേ വിജയം പരാജയങ്ങളും ഉണ്ടാകാം. ആ സാധ്യത ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വരുന്നതാണ്. അന്നത്തെ 2021 കണ്ടെക്സ്റ്റ് അല്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന ബൈപോളറിസം ദുർബലപ്പെട്ട് ട്രൈപോളറിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ഈ കഴിഞ്ഞാണ് LDFന് വിഷമമുണ്ടാക്കിയ ഒരു മണ്ഡലത്തിൽ ചിലപ്പോൾ BJPയുടെ പ്രസൻസ് ഗുണമുണ്ടാക്കാം, മറിച്ചും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, ബൈപോളാറിസത്തിൻ്റെ മാറ്റം ട്രൈപോളറിലേക്ക് വന്നപ്പോൾ ഇപ്പോഴും ഒരു 5, 7, 10 മണ്ഡലങ്ങളിൽ 1000, 5000 വോട്ടിനിടയ്ക്ക് വിജയപരാജയങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് പഴയ കണക്കുകൂട്ടലാവണമെന്നില്ല. തൃപ്പൂണിത്തുറ അത് ആവർത്തിക്കണമെന്നില്ല, മംഗളം അത് ആവർത്തിക്കണമെന്നില്ല, പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ തൃശ്ശൂർ അത് ആവർത്തിക്കണമെന്നില്ല. കാരണം അവിടുത്തെ കണ്ടക്സ്റ്റ് മാറിയില്ലേ, അവിടെ സാഹചര്യങ്ങൾ മാറിപ്പോയി. അന്ന് അവിടെ പത്മജയാണ് ചെറിയ വോട്ടിന് പരാജയപ്പെട്ടത് അല്ലേ. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പത്മജയാണ്. ഇന്ന് പത്മജ BJPയുടെ കാൻഡിഡേറ്റാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസക്തി എങ്ങനെയാണ്? അവിടെ നിൽക്കുന്നത് ഒരു പ്രസക്തനായ ഇടതുപക്ഷത്തിൻ്റെ സാഹിത്യ ആലങ്കോട് അല്ലേ, ലീലാകൃഷ്ണൻ. അപ്പോൾ ചുരുക്കത്തിൽ പൊളിറ്റിക്സ് മാറി. ഞാൻ പറയുന്ന സന്ദർഭമേ മാറി. ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയും താല്പര്യവും അതാണ്. കാരണം ഈ നിമിഷം പറയുന്ന കാര്യം അടുത്ത നിമിഷം മാറി. അപ്പോൾ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അപ്പോൾ ആ കണ്ടസ്റ്റേഷനിൽ മാറുന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. പൊളിറ്റിക്സ് ഈസ് കണ്ടക്സ്ച്വൽ എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ 21 സന്ദർഭമല്ല 26 സന്ദർഭം. അപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന്റെ സ്റ്റാറ്റിസ്റ്റിക്സോ ഏതെങ്കിലും കാര്യങ്ങളോ വെച്ചിട്ട് ഒരർത്ഥമില്ല. ആ കണക്കൂട്ടിൽ കാര്യമില്ല. നമുക്ക് ചർച്ചയ്ക്ക് ചൂണ്ടിക്കാണിക്കാമെന്നല്ലാതെ, കാരണം മൂന്നാം മുന്നണിയും കൂടി രംഗത്ത് വന്നതും 10 കൊല്ലമായി ഭരണം തുടർന്നതും ഈ കണക്കുകൂട്ടൽ അപ്രസക്തമാക്കി. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അങ്ങനെ, ഭരണ അനുകൂല വികാരമുണ്ടെങ്കിൽ അങ്ങനെ 2 രീതിയിലും പറയാം. മൂന്നാം മുന്നണിയുടെ കണ്ടസ്റ്റ് വന്നു, മത്സരം കൂടുതൽ വന്നു. ഇത് മൂന്നും കൂടി വന്നപ്പോൾ നമുക്ക് പഴയ 2021 അതേപോലൊരു തനിയാവർത്തന മത്സരം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ സാഹചര്യം തന്നെ മാറിപ്പോയി. കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ഭൂരിപക്ഷം ഉള്ളത് സ്ത്രീ വോട്ടർമാർ. അതെ, സ്ത്രീ വോട്ടർമാരുടെ നിലപാട് 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ സാന്നിധ്യവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളെ എങ്ങനെയൊക്കെയാണ്? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കേരളത്തിൽ വയോജന ജനസംഖ്യ എന്ന് പറയുന്നത് 20%. ഇന്ത്യയിലെ വയോജനങ്ങൾ 6%. അതെ. അപ്പോൾ അതെ 6% ഇന്ത്യയിലുള്ളപ്പോൾ 20%. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രഷർ ഗ്രൂപ്പിൽ ഒരെണ്ണം വയോജനങ്ങളാണ്, 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പെൻഷൻ, ആനുകൂല്യങ്ങൾ, പിന്നെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, പിന്നെ മരുന്നിനും മറ്റും ചിലവാക്കുന്ന സാഹചര്യങ്ങൾ, പിന്നെ അവരെ പരിരക്ഷ, അവർക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വോട്ടിങ്ങിനെ സ്വാധീനിക്കും. അതിനേക്കാൾ പ്രസക്തിയുണ്ട്, അതിനോടൊപ്പം പ്രസക്തിയുണ്ട് സ്ത്രീകളുടെ തീരുമാനം. കാരണം സ്ത്രീകൾ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരേ ഫാമിലിയിൽപ്പെട്ടവരാണെങ്കിലും ഭാര്യയും ഭർത്താവും ഒരുപക്ഷെ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പെയിൻ അനുഭവിക്കുന്നത് മനസ്സുകൊണ്ടെങ്കിലും സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളുടെ വോട്ടിംഗ് തീരുമാനം ഈ ഇലക്ഷനിൽ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ആ സ്ത്രീകളോടാണ് എനിക്ക് തോന്നുന്ന ഒരു സർവേ നടത്തണമെങ്കിൽ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയേണ്ടത്. സന്ദർഭവശാൽ 8 ലക്ഷം വോട്ടർമാർ കൂടുതലാണ് സ്ത്രീകൾ. ഇപ്പോൾ നമുക്കിപ്പോൾ 2,70 ലക്ഷത്തോളം വോട്ടേഴ്സാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതിന് പകുതിയല്ല സ്ത്രീകൾ. 8 ലക്ഷം കൂടുതലാണ്, വോട്ടർമാരിൽ കൂടുതൽ. കേരളത്തിൽ സ്ത്രീകൾ കൂടുതലാണെന്ന് നേരത്തെ പറയുന്നുണ്ട് വോട്ടർമാരുടെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് സ്വിങ് വരാൻ പോകുന്നത്
വീട്ടമ്മമാരുടെ ഭാഗത്തു നിന്നും കൂടിയാണ്. അപ്പൊ ഈ ഗ്യാസ് കിട്ടാതായ ഒരു അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് യുദ്ധവുമായി ബന്ധപ്പെട്ട് അത് തീർച്ചയായിട്ടും അത് ബാധിക്കും. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റിന് അതിനകത്ത് പ്രത്യേകിച്ച് അനുകൂലമോ പ്രതികൂലമായ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നില്ല. കാരണം ഇതൊക്കെ വരുന്നത് അന്തർദേശീയ തലത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ LDFന് അതുകൊണ്ട് നഷ്ടമോ ലാഭമോ ഇല്ല. ഈ ഇഷ്യൂ ഇപ്പോൾ ഉണ്ടായിരുന്ന ഗ്യാസ് ഷോർട്ടേജ് ഇല്ല, അത് സ്വാധീനിക്കാൻ തോന്നുന്നില്ല. കാരണം അതിനൊരു രൂപപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അത് ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലുള്ള നേരത്തെ നമ്മൾ ഇറാൻ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്കൊരു തീരുമാനം പ്രത്യേകിച്ച് അത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നോ നഷ്ടപ്പെടുന്നോ എനിക്ക് തോന്നുന്നില്ല. ആ നിലയ്ക്ക് കാണുന്നില്ല. അതൊരു ഇമ്പാക്റ്റ് അല്ല.